ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഉണ്ട്. ഇന്ന് ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് അങ്ങനെയല്ല എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവരെ കുറ്റം പറയല്ല ഞാൻ. അവരെ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോഴും നിരവധിയായിട്ടുള്ള മനുഷ്യർ ഇസ്ലാമിലെ ബദർ എന്ന് പറയുന്നത് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതാണ് എന്നും അങ്ങനെ ഓടിപ്പോയതിനു ശേഷം അവിടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനിടയിൽ അവിടെയും മുസ്ലിങ്ങളെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് ശത്രു സൈന്യം 1000-ഓളം പേരടങ്ങുന്ന സർവായുധ വിഭൂഷിതരായ സംഘം മുഹമ്മദിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായി മദീനയെ ലക്ഷ്യമാക്കി വന്നു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മുഹമ്മദ് നബിയും 313 പേര് അടങ്ങുന്ന ഒരു ചെറു സംഘവും തമ്മിൽ ഏറ്റുമുട്ടുകയും അവിടെ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുകയും അങ്ങനെ അങ്ങനെ ആ ഒരു യുദ്ധം വിജയിക്കുകയും ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയരുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വസിക്കുന്ന കഥ. നമ്മൾ പറയുന്നത് ബദറിനെ കുറിച്ചുള്ള മറ്റൊരു കഥയല്ല. ഇസ്ലാമിനകത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരുന്നതിൽ നിന്ന് നേർ വിപരീതമായിട്ടുള്ള ഒരു കഥയാണ്. എന്തുകൊണ്ട് ബദർ? എന്താണ് ബദർ? എന്തിനാണ് മുഹമ്മദ് ബദറിലേക്ക് പോയത്? എന്തുകൊണ്ട് മുഹമ്മദിനെ ആക്രമിക്കാൻ മക്കയിൽ നിന്നുള്ള ആളുകൾ ബദറിലേക്ക് വന്നു? എന്താണ് ഇതിന്റെ ഒരു കാരണം? ഇതിന്റെ മോട്ടീവ് എന്താണ്? യുദ്ധ കാരണം എന്താണ്? ഈ അക്രമം അല്ലെങ്കിൽ ഈ ഒരു ഏറ്റുമുട്ടലിന്റെ അതിലേക്ക് വഴിവെച്ച സംഭവം എന്താണ്? ഇത് നമ്മൾ പറയുമ്പോൾ അത് ആളുകൾ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് തെറ്റു പറയുകയാണ്, നുണ പറയുകയാണ്, കളവാണ് എന്നൊക്കെ പറയും. ഇവിടെ ഇന്ന് എന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിലെ പ്രമുഖ സുന്നി പണ്ഡിതനായിട്ടുള്ള നജീബ് മൗലവി തന്നെ ബദർ എന്താണ് എന്ന് വിശ്വാസികളെ അവരെ ഉത്തേജിപ്പിക്കാൻ, അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ, അവരുടെ വിശ്വാസത്തിൽ ബദരീങ്ങളുടെ പേരും പോരിശയും പെരുമയും പറഞ്ഞ് ബദർ ശുഹദാക്കളുടെ നേർച്ച റമളാൻ മാസത്തിനിടയിൽ നടത്തി നല്ലോണം തേങ്ങാച്ചോറും ഒക്കെ ഉണ്ടാക്കി തിന്ന്, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി തിന്ന്, അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കി തിന്ന് ബദരീങ്ങളുടെ പേരിൽ നേർച്ചയും വഴിപാടും ബദറിന്റെ ഓർമ്മ സ്മരണ അത് പുതുക്കിക്കൊണ്ട് വിശ്വാസി സമൂഹം ലോകത്തെമ്പാടും ബദരീങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് വിശ്വാസികളുടെ മനസ്സിനെ ഉയർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി അദ്ദേഹം ബദർ എന്താണ് എന്ന് സത്യസന്ധമായി പറയുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നജീബ് മൗലവിയുടെ വീഡിയോ ഏകദേശം 20 മിനിറ്റോളം ഉള്ള വീഡിയോ അദ്ദേഹത്തിൻ്റെത് മാത്രം നമുക്ക് കേൾക്കാനുണ്ട്. ആമുഖമായിട്ട് പറയാനുള്ള കാര്യം, ചെറിയ കുട്ടികൾ ഒന്നിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലിവിംഗ് ഏരിയയിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലൊക്കെ ഇട്ട് ചെറിയ കുട്ടികളൊക്കെ കാണാൻ സാധ്യത ഉള്ള ഇടങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് വയലൻസ് വളരെ ആസ്വദിച്ച് പറയുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദുമാരുടെ മനോനില, ബദരീങ്ങളുടെ മനോനില എന്തായിരുന്നു എന്നൊക്കെ വെളിവാക്കുന്ന ചതിയുടെയും അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെയും അതേപോലെ വയലൻസിന്റെയും ഒക്കെ വിശദീകരണം നമുക്ക് കേട്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ വയലൻസ് പറഞ്ഞു കേൾക്കുന്നത് തന്നെയും അസ്വസ്ഥതയുണ്ടാക്കുന്ന, മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒഴിവാക്കിക്കോളൂ. ഇന്ന് കുട്ടികളുമായിട്ട് ചേർന്നിരുന്നിട്ട് കാണുന്നവർ ദയവീതിട്ട് കുട്ടികളെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചോളൂ. കാരണം ഇത് പറയുന്നത് ബദറിന്റെ കഥയാണ്. ചെറിയ പ്രായത്തിൽ ഞങ്ങളൊക്കെ കുറെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ബദറിന്റെ പുലി അലിയുടെയും അടർക്കളത്തിലെ പുലിക്കുട്ടിയും ദുൽദുലിന്റെയും ദുൽഫുക്കാറിന്റെയും ഒക്കെ കഥകൾ കേട്ട് ആളുകളുടെ തല വെട്ടുന്നതും രക്തം ചീറ്റുന്നതും തല ഫുട്ബോൾ പോലെ പറന്നു പോകുന്നതും ഒക്കെ ഇങ്ങനെ വർണ്ണിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഇസ്ലാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബദരീങ്ങളുടെ ഓർമ്മ, മുഹമ്മദിന്റെ അനുചരന്മാരായിട്ടുള്ള സഹാബികളുടെ ഓർമ്മ വിശ്വാസികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇവരുടെ മാനസികാവസ്ഥ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇത്തരം കണ്ടന്റ് കേൾക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാകുന്നവർ അവര് ദയവ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യുക, ഈ വീഡിയോ കാണാതിരിക്കുക. ചെറിയ കുട്ടികളോ സ്ത്രീകളോ ഒക്കെ ഉള്ളിടത്ത് അവർക്ക് മാനസികമായിട്ട് അതിന് കട്ടിയില്ലാത്ത, ഇപ്പൊ നമ്മളുടെ മീഡിയകളിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ വെച്ച് അത്ര മനസ്സിനൊക്കെ കട്ടിയില്ലാതെ നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. എങ്കിലും പ്രയാസം തോന്നും എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യണം എന്ന് ആമുഖമായിട്ട് അറിയിക്കാണ്. എന്നിട്ട് നമ്മൾ ഉസ്താദിന് സ്റ്റേജ് ഒഴിഞ്ഞു കൊടുക്കാൻ. ഇന്ന് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? ബദർ എന്ന് പറയുന്നത് ഒരു കൊള്ള ശ്രമത്തിന്റെ ഭാഗമായി നടന്ന ഒരു സംഭവമാണ്. കച്ചവട സംഘങ്ങളെ പതിയിരുന്ന് ആക്രമിക്കുകയും കച്ചവട സമ്പത്ത് കൊള്ള ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൊള്ള സംഘം കച്ചവട യാത്രയ്ക്കരികിൽ പതിയിരിക്കുന്നത് സ്ഥിരമായപ്പോൾ ആ കച്ചവട സംഘത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്ന ഒരു കൂട്ടം ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, യാതൊരു വിധത്തിലുള്ള യുദ്ധസന്നാഹത്തോടെയും അല്ലാതെ വന്ന ആളുകൾ, പെട്ടെന്ന് കയ്യിൽ കിട്ടിയത് ആയുധങ്ങളും കയ്യിൽ കിട്ടിയ സജ്ജീകരണങ്ങളുമായിട്ട് സ്ത്രീകളും കുട്ടികളും വയോധികരും അടക്കം തങ്ങളുടെ സമ്പത്ത് രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു കൊള്ള
തങ്ങളുടെ സമ്പത്ത് ലക്ഷ്യമാക്കി നീങ്ങുന്ന വിവരമറിഞ്ഞ് ആ സമ്പത്ത് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വരുന്ന ഒരു സംഘം, കൊള്ള ചെയ്യാൻ വന്ന, കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കൊള്ള സംഘത്തെ നേരിടുന്ന ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായതിന്റെ പേരാണ് ബദർ. ഇതിനെ നിങ്ങൾ വിശ്വാസികൾ വെറുതെ കഷ്ടപ്പെട്ട് ഉരുണ്ടുമറിഞ്ഞ് ഇടങ്ങേറാവണ്ട. ബദർ എന്ന് പറഞ്ഞാൽ ലളിതമായ കൊള്ളയാണ്. കൊള്ളയടിക്കാനുള്ള ശ്രമത്തെ ചെറുക്കാൻ വേണ്ടി അവരവരുടെ ജീവിതത്തിനും തൊഴിലിനും ഭീഷണിയായി നിൽക്കുന്ന കൊള്ള സംഘത്തെ നേരിടാൻ വേണ്ടി പാവപ്പെട്ട ജനത സാമ്പത്തികമായിട്ടില്ലാത്തവർ എന്നുള്ള അർത്ഥത്തിലല്ല, വേറെ ഗതിയില്ലാതായ ഒരു ജനത, അവരുടെ കച്ചവട യാത്രക്ക് ഭീഷണിയാകുന്ന ഒരു സംഘത്തെ നേരിടാൻ വരുന്ന ഒരു സംഘം, അവർ തമ്മിൽ, ഈ കൊള്ള സംഘവും ഈ സുരക്ഷയ്ക്ക് വേണ്ടി കച്ചവട സംഘത്തെ രക്ഷിച്ചെടുക്കാൻ വന്ന സംഘവും ചേർന്ന തമ്മിൽ നടന്ന ഒരു സംഘട്ടനത്തെയാണ് ബദർ യുദ്ധം എന്ന പേരിൽ ഇവർ വിശുദ്ധ യുദ്ധമായി പ്രഖ്യാപിക്കുന്നത്. ഇസ്ലാമിന്റെ വിശ്വാസികളിൽ എമ്പാടും ആളുകൾക്ക് അറിയാത്തതുപോലെ വാസ്തവം എന്താണ്? ഇതിൽ കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറായി വന്ന കൊള്ള സംഘത്തിന്റെ പേരാണ് ബദരീങ്ങൾ. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദിനൊപ്പം, മുഹമ്മദിന് കൂടെ ചാവാൻ വരെ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ട ഒരു ചാവേർ കൊള്ള സംഘത്തിന്റെ പേരാണ് ബദരീങ്ങൾ. നിങ്ങൾ എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല, എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കുറച്ച് പ്രയാസം ഉണ്ടാകും. പക്ഷെ വസ്തുത അതാണ് എന്ന് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കേണ്ടി വരും. എന്തായാലും നജീബ് മൗലവിയുടെ ബദർ വിശദീകരണത്തിലേക്ക് പോവാണ്. അപ്പം എന്താണ് ബദർ ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്? ബദർ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്നുള്ളതാണ്. ബദർ ഇല്ലേ, ഇസ്ലാം ഇല്ല. ഞാൻ പറയുന്നതല്ല, ഇന്നത്തെ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. എന്നാൽ ആ സംഭവമാകട്ടെ ഏതെങ്കിലും തരത്തിൽ മാനവരാശിക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സംഭവമേ അല്ല. അത് കേവലമായ ഒരു കൊള്ള സംഘത്തിന്റെ അക്രമത്തിന്റെ കഥയാണ്, അനീതിയുടെ കഥയാണ്. നമുക്ക് നജീബ് മൗലവിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ആദ്യം അദ്ദേഹം പറയും ബദറിന്റെ പ്രത്യേകത, എന്തുകൊണ്ട് ബദർ, എന്തുകൊണ്ട് ബദരീങ്ങൾ. ബദറിൽ പങ്കെടുത്ത സ്വഹാബികളായ 313 പേരും ചെയ്ത സേവനം എന്തെന്ന് ചോദിച്ചാൽ, ഇബാദത്ത് ഈ ഭൂമിയിൽ നടക്കാൻ പറ്റുന്ന വിധം ഇസ്ലാമിന് അടിത്തറ പാകിയ ഇസ്ലാമിന്റെ പിതാക്കളും ഗുരുമഹത്തുക്കളുമാകുന്നു ഈ ബദരീങ്ങൾ. ബദരീങ്ങളിലാണ് ഇസ്ലാമിന്റെ ഗുരുപരമ്പര മുന്നുമുട്ടുന്നത്. ബദരീങ്ങളിൽ ചെന്ന താത്ത ഇസ്ലാമിന്റെ പ്രൗഢിയില്ല, ഇസ്ലാമിന്റെ പത്രാസില്ല. ബദർ അത്ര വലിയ വിജയം ഇസ്ലാം ദീനിനെ വ്യാപനമാക്കുന്നതിലും ഇസ്ലാം ദീനിനെ പരത്തുന്നതിലും സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ ബദരീങ്ങൾ എന്ന് നമുക്ക് പറയാം. ബദർ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ബദരീങ്ങളിൽ ചെന്ന് എത്താത്ത ഇസ്ലാമിക ഗുരുപരമ്പരയില്ല. ഇസ്ലാം എന്ന് പറയുന്നത്, അതിന്റെ വിജയത്തിന് അള്ളാഹുവിന്റെ ഇബാദത്ത് എന്ന് പറയുന്നത് ബദരീങ്ങളുടെ ഷഹാദത്തിൽ കാലുറപ്പിച്ച് എഴുന്നേറ്റ് നിന്നതാണ്. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. ബദരീങ്ങളാണ് ഇസ്ലാമിന്റെ അടിത്തറ പാകിയത്. ബദറിലെ വിജയമാണ് ഇസ്ലാമിന് വേരോട്ടമുണ്ടാക്കിയത്. 3 പ്രസ്താവനയും സത്യസന്ധമാണ്, ശരിയായ കാര്യമാണ്. അവിടെയാണ് നമ്മൾ എന്തായിരുന്നു ബദർ എന്നും ആരായിരുന്നു ബദരീങ്ങൾ എന്നും മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ബദർ എന്നും ആരായിരുന്നു ബദരീങ്ങൾ എന്നും മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇസ്ലാം എന്നും ആരായിരുന്നു മുഹമ്മദും സംഘവും എന്ന് ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കേട്ടു പഠിച്ച കഥകളുടെ ഹാങ് ഓവറൊക്കെ മാറ്റിവെച്ചിട്ട് ചരിത്രത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തെ കൃത്യമായി വിശദീകരിക്കുന്ന ഉസ്താദിന്റെ വയലിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങളുടെ അള്ളാഹു, പ്രവാചകൻ എന്നിത്യാദി നിങ്ങളുടെ ഭയങ്ങൾ ഒക്കെ മാറ്റിവെക്കുക. ഒരു സംഭവത്തെ വിശകലനം ചെയ്യാം. നിങ്ങൾ നിഷ്പക്ഷ ബുദ്ധിയിൽ ഈ നടന്ന സംഭവത്തിൽ, ഈ 2 സംഘങ്ങൾ തമ്മിൽ ഈ നടന്ന സംഘട്ടനത്തിൽ അതിലെ ന്യായാന്യായങ്ങൾ നിങ്ങൾ സാമാന്യ ബുദ്ധിക്ക്, യുക്തിക്ക് പരിശോധിക്കാം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ ഏകദേശ കാര്യം എന്താണ് ഇസ്ലാം എന്നും ആരായിരുന്നു മുഹമ്മദും സംഘവും എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നജീബ് മൗലവി തന്നെ എല്ലാം പറഞ്ഞു. ചരിത്രത്തിന്റെ ഓർമ്മകളിൽ നിന്നും കാണാം മസ്ജിദുൽ അരീഷ്. അരീഷ് എന്ന അതിന്റെ അർത്ഥം പന്തൽ. അന്ന് നബിക്കിട്ട് കൊടുത്ത പന്തൽ, ആ പന്തലിട്ട സ്ഥാനത്ത് ഇന്ന് സ്ഥാപിച്ച മസ്ജിദുൽ അരീഷ് എന്നിടത്ത് നിന്ന് പോരാട്ടം നടക്കുന്നിടത്തേക്ക് മീറ്ററുകളുണ്ട്, മീറ്ററുകളുടെ ദൈർഘ്യമുണ്ട്. അവിടെ നബിക്കിട്ട് കൊടുക്കാൻ സഅദ് ഇബ്നു മുആദ് പറയുന്ന കാരണം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ബദർ ഓർക്കേണ്ടത്. അള്ളാന്റെ റസൂലിനെ ഞങ്ങൾ അരീഷാക്കി തന്ന് തങ്ങൾ അവിടെ താമസിക്കുക, ഒട്ടകം നിർത്താം, ഒരുക്കി നിർത്താം തങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ സഅദ് ഇബ്നു മുആദ് പറയാണ് കാരണമുണ്ട്. അപ്പൊ ബദർ എന്ന് പറയുന്ന ഈ യുദ്ധം നടന്ന സ്ഥലത്തിന് സമീപത്ത് മീറ്ററുകൾക്കപ്പുറത്തേക്ക് മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി ഒരു പന്തൽ ഒരുക്കിയിട്ട് മുഹമ്മദിന്റെ കൂടെ പോയ 313 പേരടങ്ങുന്ന സംഘത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരാള് മുഹമ്മദ് നബിയോട് പറയുന്ന രംഗമാണ് ഇനിയുള്ളത്. ബദർ എന്ന് പറയുന്ന യുദ്ധം നടന്ന
സ്ഥലത്തിന് തൊട്ടടുത്ത് മീറ്ററുകൾക്ക് ഇപ്പുറത്ത് പ്രത്യേകമായി ഒരുക്കി നിർത്തിയ പന്തൽ, അതിൽ പ്രത്യേകമായി മുഹമ്മദ് നബിക്ക് യാത്ര ചെയ്യാൻ ഒരുക്കി നിർത്തിയ ഒരൊട്ടകം, ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി മുഹമ്മദിന്റെ അനുചരന്മാരിൽ ഒരാൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ മുഹമ്മദ് നബിയോട് പറയുന്ന രംഗം ഉസ്താദ് പറയും. നോക്കൂ, ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും നമ്മൾ ചെറിയ പ്രായത്ത് കൗമാരപ്രായത്തിലൊക്കെ ഉറക്കം വരുന്നിടത്ത് നിന്ന് നമ്മൾ കണ്ണിലെണ്ണ ഇങ്ങനെ ഉറക്കം വരാൻ സമ്മതിക്കാതെ കണ്ണുകൾ പിന്നെ ഇങ്ങനെ കൈകൊണ്ട് വരെ തുറന്നു പിടിച്ചിരുന്ന് കേട്ട് ഞെട്ടിത്തരിച്ചു പോയ യുദ്ധരംഗങ്ങളും ഇസ്ലാമിക കഥാപ്രസംഗങ്ങളും ഒക്കെ ഓർമ്മ വരുന്നവർ കമന്റ് ബോക്സിൽ ആ ഒരു നൊസ്റ്റാൾജിയ പങ്കുവെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നജീബ് മൗലവി ആ ഒരു ഫീലിലേക്ക് കഥാപ്രസംഗത്തെ കൊണ്ടുവരാൻ, ഈ പ്രസംഗത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ നമുക്കതൊന്ന് കേൾക്കാം. ഞങ്ങൾ അവസാനം വരെ പൊരുതും, ഒരാളില്ലാതെ മരിക്കും എന്ന് വെച്ചോളൂ. എങ്കിൽ തങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കി തരുന്ന ആ വാഹനപ്പുറത്ത് കയറിയിട്ട് മദീനത്തേക്ക് തങ്ങൾക്ക് മടങ്ങാം. എന്തിന്? മദീനത്തിരിക്കുന്ന ജനങ്ങൾ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നവരാണ്. ഈ യുദ്ധം അവർ പ്രതീക്ഷിച്ചതല്ല, ഈ പോരാട്ടം അവർ നനച്ചതല്ല. അതാണ്. അപ്പൊ നബിയെ, ഞങ്ങൾ ഈ വന്ന 313 പേർ ഈ അടർക്കളത്തിൽ വീണ് മരിച്ചാലും ഞങ്ങൾ ഒരുക്കി വെച്ച യാത്രാ ഒട്ടകത്തിന്റെ പുറത്ത് കയറി നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണം. മദീനയിലുള്ള ജനങ്ങൾ, ഇപ്പൊ നമ്മളോടൊപ്പം വരാത്ത മദീനയിലുള്ള ജനങ്ങൾ, അവരെ ഞങ്ങളെക്കാൾ കൂടുതൽ നബിയെ താങ്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മരിച്ചു വീണാലും നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണം, രക്ഷപ്പെടണം. മുഹമ്മദ് നബിക്ക് നന്നേ ബോധിച്ചു. നമ്മൾ യുദ്ധത്തിന് പോകുന്നതല്ലോ, വാണിജ്യ സംഘത്തെ പിടിക്കാൻ പോകുന്നതല്ലേ, യുദ്ധം യാദൃച്ഛികമായി സംഭവിച്ചതല്ലേ അല്ലേ? ഇതല്ലേ ഞാൻ പറഞ്ഞത്, 313 പേർ 1000 പേരെ നേരിട്ടു എന്ന് ഗർവ് പറയുന്നവർ ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. യുദ്ധം പ്രതീക്ഷിച്ചതല്ലല്ലോ, യുദ്ധത്തിന് വന്നതല്ലല്ലോ, പിന്നെന്തിനു വന്നതായിരുന്നു? കച്ചവട സംഘത്തെ പിടിക്കാൻ വന്നതല്ലേ എന്നാണ്. കച്ചവട സംഘത്തെ പിടിക്കാൻ വന്നതല്ലേ? കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്രയായിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാം. 40-ൽ കവിയാത്ത അംഗബലമുള്ള അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ 2 തവണ ആക്രമിച്ച് സമ്പത്ത് കൊള്ളയടിക്കാൻ മുഹമ്മദും ചെറുസംഘവും ശ്രമം നടത്തി പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ കഴിയാതെ പോയ കച്ചവട സംഘത്തെ തിരിച്ചു വരുന്ന സമയത്ത് കച്ചവടം കഴിഞ്ഞ് സമ്പത്തുമായി മടങ്ങി വരുന്ന സംഘത്തെ വഴിയിൽ വെച്ച് കൊള്ള ചെയ്യാം എന്ന ഉദ്ദേശത്തിൽ ആ ആവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ, ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ 40 പേരടങ്ങുന്ന ഖുറൈശികളുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ, അവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ എന്ന് ഉദ്ദേശിച്ചും അണികളോട് പറഞ്ഞും മുഹമ്മദ് ഒരുക്കി നിർത്തിയത് 313 പേരെയാണ്. നിങ്ങൾ ആലോചിക്കണം. സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി മുഹമ്മദും സംഘവും പുറപ്പെട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ മദീനയിൽ ഉണ്ടായിരുന്ന അവിശ്വാസികളിൽ ചിലർ പോലും ആ സംഘത്തോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു എന്ന് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ച് നമുക്ക് കാണാം. അപ്പൊ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി, കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി മുഹമ്മദും സംഘവും ഒരുങ്ങിപ്പോകുന്നു എന്നറിഞ്ഞപ്പോ അമുസ്ലിങ്ങളായ ചില ആളുകൾ, ആ പ്രദേശത്തുകാർ മുഹമ്മദിന്റെ സംഘത്തോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു എന്നും മുഹമ്മദ് അനുവദിച്ചില്ല എന്നും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. അപ്പൊ നോക്കൂ, 40 പേരടങ്ങുന്ന ഒരു കച്ചവട സംഘത്തെ അവരുടെ സമ്പത്തും കൈക്കലാക്കാൻ വേണ്ടി മുഹമ്മദ് തയ്യാറാക്കി നിർത്തുന്നത് 313 പേരെയാണ്. എന്തൊരു ധൈര്യം അല്ലെ? 40 പേരെ നേരിടാൻ, അവരെ കച്ചവട സംഘങ്ങളെ കൊള്ള ചെയ്യാൻ. എന്ന് മാത്രമല്ല, മുഹമ്മദ് ഈ അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തിന്റെ മടങ്ങിവരവ്, കച്ചവട സംഘത്തിന്റെ മടങ്ങിവരവ് നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ദൂതൻ തിരിച്ചു വരുന്നത് പോലും കാത്തു നിൽക്കാതെ മുഹമ്മദ് പുറപ്പെട്ടു എന്ന ചരിത്രത്തിൽ. കാരണം കഴിഞ്ഞ തവണ അങ്ങോട്ട് പോയപ്പോ ഒരു ദൂതനെ, ഒരു ചാരനെ ഏർപ്പാടാക്കി, ആ ചാരന്റെ അടുത്ത് വിവരം കിട്ടിയിട്ട് ഇവർ ഇവിടുന്ന് പുറപ്പെട്ടു പോയപ്പോഴത്തേക്കും കച്ചവട സംഘം പോയി. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റിക്കൂടാ, അതുകൊണ്ട് പുറപ്പെടാൻ വൈകിക്കൂടാ, കച്ചവട സംഘത്തെ ഏതു വിധേനയും കൊള്ളയടിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് മുഹമ്മദ് 40 പേരെ നേരിടാൻ 313 പേരടങ്ങുന്ന സംഘം. ആലോചിക്കണം, ഇതെന്ത് ധർമ്മസമരമാണ് സുഹൃത്തുക്കൾ? ഏത് ധർമ്മസമരത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദും സംഘവും ഒരുങ്ങിയത്? വിശ്വാസികൾ നെഞ്ചത്ത് കൈവച്ച് പറയും, ഇതെന്ത് ധർമ്മം, എന്ത് നീതി? ഒരു കൂട്ടം മനുഷ്യർ, അത് നമ്മുടെ ശത്രുക്കളായിരിക്കാം, അവരുടെ ജീവിതോപാധിയായി കണ്ടെത്തുന്ന കച്ചവടത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്രയിൽ ആ കച്ചവട സമ്പത്ത് കൊള്ളയടിക്കലാണോ ധർമ്മസമരം? ആണോ? കൊള്ളയടിക്കൽ എങ്ങനെയാണ് ധർമ്മസമരമാവുന്നത്? ഈ പുറപ്പെട്ടു പോകലിൽ എവിടെയാണ് ഖുറൈശികൾ മുഹമ്മദിനെതിരെ പടയൊരുക്കം നടത്തിയത്?
അവർ യുദ്ധത്തിന് വന്നതിന് ശേഷമാണോ മുഹമ്മദും സംഘവും പുറപ്പെട്ടു പോയത്? വിശ്വാസികൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം, കോമൺ സെൻസ് ഉപയോഗിക്കണം, ആലോചിക്കണം, ചരിത്ര പുസ്തകങ്ങൾ വായിക്കണം, ഉസ്താദുമാരുടെ തൊള്ളപ്പൊട്ട് മാറ്റിവെക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, ഉസ്താദ് പറഞ്ഞാണ്, ബാക്കി ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധത്തിന് പോയതല്ലല്ലോ, കച്ചവട സംഘത്തെ നേരിടാൻ പോയതല്ലേ എന്ന് പറഞ്ഞാൽ കൊള്ള ചെയ്യാൻ പോയതല്ലേ, യുദ്ധം യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ലേ. അതുകൊണ്ട് നബിയെ ഞങ്ങൾ എല്ലാവരും ഇവിടെ മരിച്ചു വീണാലും നിങ്ങൾ തിരിച്ച് മദീനയിലേക്ക് പോകണം എന്നാണ്. മനസ്സിലായോ? അതുകൊണ്ട് പോരാതിരിക്കുന്ന ആളുകൾക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനോ തങ്ങളെ വിശ്വസിക്കാനോ തങ്ങളെ കാണാനോ ഞങ്ങളെക്കാൾ ഇഷ്ടമുള്ള ഞങ്ങളെക്കാൾ പിരിശമുള്ള തങ്ങളുടെ അനുയായികളെ തങ്ങൾ രക്ഷപ്പെടുത്താൻ തങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങൾ ഒന്നൊഴിയാതെ മരിച്ചാലും തങ്ങൾ അന്ന് അവിടെ ശരിക്കും ദീന് നടത്താൻ വേണ്ടി മദീനക്ക് തിരിച്ചു പോകാൻ ഒരു കേന്ദ്രമായി അരീശ് ഒരുക്കാമെന്ന് പറയുമ്പോൾ പോരാട്ടത്തിനിറങ്ങുന്ന സ്വഹാബിയുടെ മനസ്സിൽ തിരിച്ചു വരാനുള്ള മനസ്സില്ലാത്ത അത്രയും ശക്തി കുറഞ്ഞ അവരുടെ അന്നത്തെ കഴിവിന്റെയും ബലത്തിന്റെയും ചിത്രം എത്രയാണ്? ഒന്നാലോചിക്കുക, ഒന്ന് നല്ലോണം ആലോചിച്ചോളി. യാതൊരു പാങ്ങുമില്ലാത്ത, കഴിവില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത, ആയുധബലമില്ലാത്ത ഒരു സംഘമായിരുന്നു മുഹമ്മദിന്റെ സംഘം. തീർച്ച. കാരണം ദാരിദ്ര്യത്തിലായിരുന്നു. ഇവർ ബദറിന് പറയുന്ന വേറെ ന്യായം, ഇവർ ഇട്ടേച്ചു പോകുന്ന സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബദറിലേക്ക് കൊള്ളാന്നാണ്. ഇതിനുള്ള മറുപടി ഇതേ നജീബ് മൗലവി വേറെ ഒരാളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ വരും ദിവസങ്ങളിൽ ഒന്നിൽ പരിശോധിക്കും. കൊള്ള ചെയ്യാൻ പോയതിനൊരു ന്യായം, കൊള്ള ചെയ്യാൻ പോയി എന്ന് ഇനി സമ്മതിക്കാത്ത തരമില്ല. കാരണം കിതാബിലുള്ളതൊക്കെ നമ്മളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കൊള്ള ചെയ്യാൻ പുറപ്പെടാനുണ്ടായ സാഹചര്യത്തെ ന്യായീകരിക്കാം. ആ കൊള്ള ഒരു അനിവാര്യമായ സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞു വെക്കുക. അതിനുവേണ്ടി മുഹമ്മദിന്റെ കൂടെ വന്ന സഹാബിമാരുടെ സമ്പത്ത് കൈക്കലാക്കിയിട്ട് ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഖുറൈശികൾ കച്ചവടത്തിന് പോയത് എന്നതാണ് വാദം. മനസ്സിലായോ? അതായത് നിങ്ങൾക്കൊരാള് പൈസ കടം കൊടുത്ത് തിരിച്ചു തരാനുണ്ടെങ്കിൽ നിങ്ങൾ അയാള് ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ സാധനം എടുക്കാൻ, അയാളുടെ കച്ചവട ആവശ്യത്തിന് സാധനം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അയാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഗ്യാങ് സെറ്റ് ചെയ്യാണ് ചെയ്യുക? ആണോ? അപ്പൊ ആ കോമൺ സെൻസ് ഇല്ലാത്ത വാദങ്ങളൊക്കെ വിടുക. വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം. ഇവരുടെ ദുരവസ്ഥ ഉസ്താദ് പറയുന്നു, അവർക്ക് ആയുധമില്ല, അവർക്ക് സമ്പത്തില്ല, ശരിയാണ്. ദാരിദ്ര്യത്തിലായിരുന്നു, അതും ശരിയാണ്. അപ്പൊ ഇതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ കേട്ടോ. ഈ അവസ്ഥയുള്ളത് കൊണ്ടാണ് ഇവർ കൊള്ളയടിക്കാൻ വേണ്ടി തയ്യാറായത്. ഈ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. ചരിത്രങ്ങൾ പരിശോധിക്കണം. ഇതിന് തലേ കൊല്ലമാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്, സക്കാത്ത് നിർബന്ധമാകുന്നത്, അള്ളാഹുവിന് പണം കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് ആയത്തിറങ്ങുന്നത് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിൽ ചെന്ന് ഈ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴാണ്. അപ്പൊ ഇവരുടെ സമ്പത്താണ് അവിടെ ഇട്ടേച്ചു പോന്നിരുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് പുളിങ്കുരുവായിരുന്നു എന്നതിന് കണക്ക് വെക്കണ്ടേ നിങ്ങൾ? അതിന്റെ കണക്ക് നമുക്ക് വേറെ പറയാം. അപ്പൊ ഇനി വിശ്വാസികൾ ദയവ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കുരു പൊട്ടിക്കരുത്. ഞാനല്ല വയൽ പറയുന്നത് നജീബ് മൗലവിയാണ്. ഞാൻ ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തെളിവ് സഹിതം ഇവിടെ സമർത്ഥിക്കുകയാണ് നജീബ് മൗലവി. എന്റെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല. നജീബ് മൗലവി മെക്കിട്ട് കയറണ്ട. കാരണം ഇതൊക്കെ തബക്കാത്തിലും താരീഖ് തബരിയിലും അതേപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ എഴുതി വെച്ച, ബദറിന്റെ ചരിത്രം എഴുതി വെച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് നൂറുൽ യഖീൻ എന്ന് പറയുന്ന ചെറിയ പുസ്തകത്തിൽ പോലും നിങ്ങൾക്ക് ധാരാളമായിട്ട് വായിക്കാൻ പറ്റും. അതുകൊണ്ട് എന്നോട് കലിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. കമന്റ് ബോക്സിൽ വെറുതെ അസ്വസ്ഥതകൾ ഉണ്ടാക്കണ്ട. മനസ്സമാധാനത്തോടെ നിങ്ങൾ ബദറിന്റെ ചരിത്രം കേൾക്ക്. റമളാനിന്റെ ഈ മഹനീയമായ രാത്രികളിൽ നിങ്ങൾ ആരാധനാപുരസരം തള്ളി നീക്കുമ്പോ അവിടെ നിങ്ങളുടെ വീരപുരുഷന്മാരായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ബദരീങ്ങൾ ആരായിരുന്നു എന്നും ബദർ എന്തായിരുന്നു എന്നും മുഹമ്മദ് ആരായിരുന്നു എന്നും എന്താണ് ഇസ്ലാം എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ഈ ദിനരാത്രങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് നജീബ് ഉസ്താദ് നിങ്ങൾ പറയും. നബിക്കും അത് ബോധിച്ചു. ആ അരീശിലിരുന്നിട്ട് നബി തങ്ങൾ നടത്തുന്ന യുദ്ധം പ്രാർത്ഥനയുടെ യുദ്ധമാണ്. വാളിന്റെ യുദ്ധം മാത്രമല്ല യുദ്ധം, ഉപകരണങ്ങളുടെ യുദ്ധം മാത്രമല്ല യുദ്ധം. ഉപകരണങ്ങളുടെ യുദ്ധത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന യുദ്ധത്തിലെ ഒരു വലിയ മുറയാണ്. അപ്പൊ മുഹമ്മദ് നബി പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയുടെ യുദ്ധം. മറ്റുള്ളവർ 313 പേർ 1000-ഓളം വരുന്ന ആളുകളെ നേരിടാൻ എന്ന രീതിയിൽ യുദ്ധക്കളത്തിലേക്കുള്ള യുദ്ധം. ഇനി ഇതിൽ മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന വളരെ രസകരമാണ്. ആ പ്രാർത്ഥനയോട് കേൾക്കാം. ബദറില്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. അള്ളാഹുവിനോട് മുഹമ്മദ് നബി ഒരു ഭീഷണി സ്വരത്തിൽ പറയാണ്, പഠിച്ചോനെ ഇപ്പൊ ഇജ്ജ് ഞങ്ങളെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ അണക്ക് ഇബാദത്ത് ഇജ്ജ് സ്വപ്നം കാണണ്ട, ഭൂമിയിൽ പിന്നെ നിന്റെ ഇബാദത്തില്ല. ഇബാദത്ത് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് എന്റെ ഇസ്ലാം വേണോ, നിന്റെ സംഘത്തെ ഇജ്ജ് രക്ഷിക്കണം എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു എന്നാണ് കഥ. കേട്ടോ?
അള്ളാഹുവിന്റെ റസൂൽ അരീശിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ കയ്യുയർത്തിയ റസൂലുള്ളാന്റെ കൈകൾ ഉയർന്നു 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 പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഈ ദുആ ചെയ്യുന്നത് എന്താണ്? പടച്ചവനെ, അൻജിസ് മൗഇദക്, നീ എനിക്ക് വാക്ക് നൽകിയതാണ് സഹായം, ആ സഹായം വേഗം തരണം, ആ സഹായം വേഗം തരണം, ആ സഹായം വേഗം തരണം. ബേജാറായി ഹെലാക്കായി മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു എന്നാണ് കഥ. എന്താണ് പ്രാർത്ഥന? സഹായം തരണം എന്ന് പറഞ്ഞതല്ലേ? സഹായം തരണം എന്നാണ്. ആരെ കേൾപ്പിക്കാനാണ് ഈ പ്രാർത്ഥന? അണികൾ ആവേശം കൊള്ളിക്കാനല്ലേ പ്രാർത്ഥന? എന്ത് സഹായം? ഏത് സഹായം? എവിടെന്ന് സഹായം? ആകെ വന്നു കൊള്ള ചെയ്യാൻ വന്ന കൊള്ള സംഘത്തെ നാട്ടുകാർ വളഞ്ഞു. ഇതാണ് സംഭവം. ഒരു സമ്പത്ത് കൊള്ളയടിക്കാൻ വന്ന ഒരു സംഘത്തെ കൊള്ള ചെയ്യാൻ വന്നു. ആ സംഘം ഈ കൊള്ളക്കാരെ വളഞ്ഞു, കൊള്ളക്കാരെ നേരിടാൻ തയ്യാറാകുന്നു. ഇതാണ് സാഹചര്യം. കൊള്ളയടിക്കാൻ പുറപ്പെട്ടു വന്നവർ, യുദ്ധം പ്രതീക്ഷിക്കാത്തവർ, കൊള്ള ചെയ്ത് സമ്പത്തുമായി മടങ്ങാമെന്ന് മോഹിച്ചു വന്നവർ അപ്രതീക്ഷിതമായി അവരുടെ നീക്കത്തിൽ പകച്ചുപോയി. സമ്പത്ത് കച്ചവട സംഘത്തെ, ഈ കൊള്ള സംഘത്തിന്റെ വരവ് മണത്തറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിൽ മക്കയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വഴിയിൽ പതിയിരിക്കുന്ന കൊള്ള സംഘത്തെ ഇനി ഇങ്ങനെ വിട്ടാൽ നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്ന സംഘം, കച്ചവട സംഘം പുറപ്പെട്ടു പോയത് അറിഞ്ഞിട്ടും ഈ കൊള്ള സംഘത്തെ നേരിടാൻ തന്നെ തീരുമാനിക്കുന്നു. ഇതാണ് ബദർ. ഇതാണ് ബദർ. മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി അവിടുന്ന് കച്ചകെട്ടി ഇറങ്ങി വന്ന സംഘമല്ല. മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ അവിടെ ജീവിക്കാൻ വിടൂല, അള്ളാഹുവിനെ ആരാധിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ തകർക്കാൻ വന്ന ശത്രു സൈന്യമല്ല. തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ കച്ചവടത്തിന് ജീവിക്കാനുള്ള ഉപാധിക്കും തടസ്സമായി നിൽക്കുന്ന, ഭീഷണിയായി നിൽക്കുന്ന കൊള്ള സംഘത്തെ നേരിടാൻ വേണ്ടി ജീവൻ പണയം വെച്ചിറങ്ങി വന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന സംഘം, വയോധികർ, എല്ലാവരുടെയും സമ്പത്ത് ഈ സമ്പത്തിനും ഈ കച്ചവട യാത്രാ സംഘത്തിനും ഭീഷണിയായിട്ട് ഒരു സംഘം കൊള്ളക്കാർ നിലയുറപ്പിക്കുമ്പോ, അവർ നിരന്തരമായിട്ട് കൊള്ളയടിക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന മക്ക ഖുറൈശികളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രതിരോധമായിരുന്നു ബദർ. മുഹമ്മദും സംഘവും നടത്തിയത് കൊള്ളയടിക്കാനുള്ള ശ്രമമാണ്. അവർ പിടിക്കപ്പെടുകയും ചെയ്തു. ഇത്രയാണ് സംഭവം. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ഡെക്കറേഷൻ ഇനി വെക്കാൻ പോകുന്നത്? കേൾക്കാം. അള്ളാഹുവിനോടുള്ള മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങൾ കേട്ടോളി. اللهم إن تهلك هذه العصابة فلن تعبد في الأرض أبدا. ഈ കൊച്ചു സംഘത്തെ നീ മണ്ണിൽ, നീ പോരാട്ടത്തിന്റെ മണ്ണിൽ നശിപ്പിച്ചാൽ നാഥാ, ഈ കൊച്ചു സംഘം നശിച്ചാൽ മേലിൽ ഖിയാമം വരെ നിന്റെ ഇബാദത്ത് ഭൂമിയിലില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അള്ളാന്റെ റസൂലിൻ പറയുന്നത് ഈ സംഘം നശിച്ചാൽ നിന്റെ ഇബാദത്ത് ഭൂമിയിലില്ല. എങ്ങനെയുണ്ട്? അള്ളാഹിനോട് നബീന്റെ ഭീഷണി, പഠിച്ചോനെ ഇജ്ജ് ഞങ്ങളെ രക്ഷിച്ചോ, ഇല്ലെങ്കിൽ എന്റെ ഇബാദത്ത് കിയാമത്ത് നാൾ വരെ ഭൂമിയിലില്ല. ആരെപ്പത് പറഞ്ഞ? ആരോടത് പറയുന്നത്? മുഹമ്മദ് നബി അള്ളാഹിനോട് പറയാണ്, ഈ സംഘത്തെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഇബാദത്ത് ഇനി ഭൂമിയിലില്ലാന്ന്. ഇതൊക്കെ അണികളെ ത്രസിപ്പിക്കാനുള്ള ഒരു 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 കപട നാടകമാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ചോ, അള്ളാഹു അല്ലേ പുറപ്പെടാൻ പറഞ്ഞത്? അള്ളാഹു രണ്ടാലൊന്ന് നിങ്ങൾക്ക് നൽകിയേക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ? അള്ളാഹ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ കാര്യത്തിന് അള്ളാഹ് പറഞ്ഞത് കൊള്ള മുതൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. പക്ഷെ നേരിടേണ്ടി വന്നത് യുദ്ധസംഘത്തെയാണ്. അപ്പൊ തന്നെ ചില ആളുകൾക്ക് പറഞ്ഞു, ഇതൊന്നും ഞങ്ങളോട് ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് കൊള്ളയടിക്കാൻ എന്നല്ലേ പറഞ്ഞത്, യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞ ആൾക്കാരും ആ കൂട്ടത്തിലുണ്ട്. അവരപ്പൊ തന്നെ മുഹമ്മദ് ആയത്തിറക്കി മുനാഫിക്കുകളാക്കി, കപട വിശ്വാസികളാക്കി, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരെ കുറിച്ച് മോശം പറഞ്ഞു. അതുകൊണ്ട് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൊണ്ട് എല്ലാവരും കൂടെ തന്നെ നിന്നു. ഇതല്ലേ സംഭവം. അപ്പൊ എന്തായാലും പ്രാർത്ഥന കൊള്ളാം. ഒരു പ്രവാചകൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥന, പഠിച്ചവനെ ഇജ്ജിന്നെ ഈ കൊള്ളയടി സംഘത്തെ രക്ഷിച്ചു തന്നിട്ടില്ലെങ്കിൽ അനക്ക് നാളെ മുതൽ ഈ ഭൂമിയിൽ ആരാധനയില്ല, ഇബാദത്തില്ല എന്ന്. ആ എങ്ങനെയുണ്ട് പ്രാർത്ഥന? അതൊരു ഒന്നൊന്നര പ്രാർത്ഥന. വിശ്വാസികൾ മുഴുവൻ അവിടെ ഉണ്ടോ? ഇല്ല. മദീനത്തുള്ള വിശ്വാസികളുടെ ചെറിയൊരു ശതമാനമാണ് നബിയുടെ കൂടെ വന്നത്. ആ വിശ്വാസികൾ നശിച്ചാൽ ഫലം തുഅബദ ഫിൽ അർളി അബദ, പിന്നെ എന്റെ ഇബാദത്ത് ഈ ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ നടക്കില്ല എന്ന് അള്ളാന്റെ റസൂൽ പറയുമ്പോ, അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾ, ഇന്ന് നമ്മളടക്കമുള്ള വർത്തമാന തലമുറയിലെ ലോക ജനതകൾ മുഴുവൻ ഇബാദത്തെടുക്കുന്നത് ബദരീങ്ങളുടെ വിജയം കൊണ്ടും ബദരീങ്ങൾ സഹായിച്ചത് കൊണ്ടും ബദരീങ്ങൾ അന്ന് വിജയം നേടിയത് കൊണ്ടുമാണെന്ന് ഖാല റസൂലുള്ളാഹി. ഉറക്ക ചൊല്ലിക്കൊള്ളി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നിങ്ങളെ റസൂലുള്ളാഹി. അള്ളാനെ വരെ ഭീഷണിപ്പെടുത്തുക. ഇജ്ജ് ഇതിപ്പോ ശരിയാക്കി തന്നിട്ടില്ലെങ്കിൽ
നാളെ മുതൽ ഖിയാമത്ത് നാൾ വരെ എന്റെ ഇബാദത്ത്, എന്റെ ഒരു പരിപാടി ഇവിടെ ഭൂമിയിൽ നടക്കാൻ പോകുന്നില്ല, എല്ലാവരും മുശ്രിക്കുകളും കാഫിറുകളായിട്ടാവും, ഞങ്ങളൊക്കെ മരിച്ചു പോകും എന്നാണ്. മദീനയിൽ അപ്പോഴും ബാക്കി മുസ്ലിങ്ങളുണ്ട്. പക്ഷെ മുഹമ്മദിന് അപ്പോ ഈ കൊള്ള സംഘത്തെ രക്ഷിച്ചു കൊണ്ടുപോകണം എന്നല്ല. ഈ കൊള്ള സംഘത്തെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുമ്പോ ദീനിന്റെ കാവൽ ഭടന്മാരായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ഞങ്ങളെ കാണിക്കുന്നു എന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരു ചാവേർ മനസ്സ് സൃഷ്ടിക്കണം. യുദ്ധത്തിൽ മരിച്ചുപോയവർക്ക് അവിടെ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ച് ഈ ബദറിന്റെ പശ്ചാത്തലത്തിലും വിശദീകരണമുണ്ട്. നിങ്ങൾക്കറിയോ, ശുഹദാ എന്ന് പറയുമ്പോൾ ഷഹീദായാൽ വെട്ടുകൊണ്ട് യുദ്ധക്കളത്തിൽ ഇസ്ലാമിന് വേണ്ടി ആരെങ്കിലും മരിച്ചാൽ ആ മൃതശരീരത്തെ കുളിപ്പിക്കുക പോലും ചെയ്യേണ്ടതില്ല. അവരുടെ സകല വസ്ത്രങ്ങളും ചേർത്ത് അങ്ങനെ കബറടക്കിയാൽ അവർ നേരെ സ്വർഗത്തിലേക്ക്. ഇനി വേറൊരു രഹസ്യം അറിയോ? എല്ലാവരും കളിയാക്കി പറയല്ലോ 72 ഹൂറിമാർ എന്ന്. എന്നാൽ ഇവിടെ വയൽ പറഞ്ഞ് മൂല്യരായി നടക്കുന്ന എല്ലാവർക്കും ഈ 72 കിട്ടുമോ? കിട്ടൂല. ഈ 72 കൊതിച്ചിട്ട് ദീനും കൈ പിടിച്ച് നടക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് 72 കൺഫേം അല്ല. പക്ഷെ 72 കൺഫേം ആയ ഒരു വിഭാഗമുണ്ട്. അവരാണ് യുദ്ധക്കളത്തിൽ ഷഹീദായി വീണവർ. അപ്പൊ നോക്കിങ്ങള്, യുദ്ധം വിജയിച്ചാൽ സമ്പത്ത്, ഷഹീദായാൽ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സുഖാസ്വാദനങ്ങൾ. ഇങ്ങനെ മനുഷ്യനെ ഒരു ചാവേർ മനസ്ഥിതിയിലേക്കാക്കാൻ വേണ്ടി മുഹമ്മദിന്റെ ഈ പ്രാർത്ഥനാ ഡ്രാമ ഇങ്ങനെയാണിത്. ഇതൊരു ട്രാൻസ് സിനിമയുടെ പ്ലോട്ടാണ്. ആലോചിക്കണം നിങ്ങള്. ഇനി ബദരീങ്ങൾ അന്നെങ്ങാനും വിജയിച്ചില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പിന്നൊരു കുട്ടി വരൂല. മൂക്കിൽ വലിക്കും ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ അന്ന്. പക്ഷേ ബദറിലെ ജയം കിട്ടിയപ്പോഴോ 1000-ഓളം വരുന്ന സായുധപാണികളായ ജനങ്ങളോട് 8 വാളുമായി പോയി, 9 പടയങ്കിയുമായി പോയി, ഊഴം വെച്ച് യാത്ര ചെന്ന് ധരിക്കാൻ വസ്ത്രമില്ലാത്ത ഈ മുഠാള ദരിദ്രന്മാർ അവരെ ജയിച്ചത് വല്ലാത്ത ഒരു ജയമാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെ അന്ന് കണ്ടിട്ട് ആളുകൾ പറയണം. അന്ന് കണ്ടിട്ട് ആളുകൾ പറഞ്ഞപ്പോഴാണ് ഇസ്ലാമിലേക്ക് വന്നത്. അതാ ബദറിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ മഹിമ. നമ്മൾ മനസ്സിലാക്കുന്ന മഹിമ ബദറിന്റെ കേളിയാണ് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവന്നത്. ബദറിന്റെ കേളിയാണ് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവന്നത്. അന്ന് ബദറില് ബദരീങ്ങൾ ജയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഇസ്ലാമില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ അജയ്യതയുടെ തുടക്കം മൂക്കിൽ വലിക്കും ബാക്കിയുള്ളവരെയെന്നാ പറഞ്ഞു. മൂക്കിൽ വലിക്കും. കാരണം എന്താണ്? കൊള്ള സംഘത്തെ പിടികൂടുകയും ഈന്തപ്പനകളിൽ കെട്ടിയിടുകയും ചാട്ടവാറിനടിക്കുകയും ചെയ്താൽ പിന്നെ മുഹമ്മദിനെയും സംഘത്തിനെയും എന്തിനു കൊള്ളാം? അപ്പൊ അതുകൊണ്ട് ഈ കൊള്ള സംഘത്തിന്റെ വിജയം ശരിയാണ് മദീനയിലെ ചുറ്റുമുള്ള മനുഷ്യരിൽ ഭീതി ജനിപ്പിച്ചു എന്ന് മാത്രമല്ല, മുഹമ്മദ് എതിരാളികളെ വാളുകൊണ്ട് കശാപ്പ് ചെയ്യാനുള്ള ഉത്തരവുകൾ കൊടുത്തു തുടങ്ങിയത് ബദറിന്റെ വിജയത്തിന് ശേഷമാണ്. ബദറിലെ വിജയത്തിന് ശേഷമാണ് മുഹമ്മദ് കൊലകളൊക്കെ തുടങ്ങിയത്. കുലകളല്ല, പ്രതികാരക്കൊലകൾ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇനി ബാസിൽ പ്രതികാരക്കുല എന്ന് അടർത്തി എടുത്തിട്ട് എവിടെ കുല, എവിടെ പ്രതികാരക്കുല എന്ന് ചോദിച്ചിട്ട് വേറെ വീഡിയോ ചെയ്യും. വേറെ ഒന്നും കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ വേറെ ഒന്നിനും മറുപടി അറിയില്ല. നാക്ക് വഴിയായിട്ട് എത്തിട്ട് വരും. അതുകൊണ്ട് മുഹമ്മദിന്റെ പ്രതികാരക്കൊലകൾ തുടങ്ങി. മുഹമ്മദിനെ വിമർശിച്ച് കവിത എഴുതിയവരെ, വിലാപകാവ്യം എഴുതിയവരെ, വിമർശനം ഉന്നയിച്ചവരെ എല്ലാവരെയും കൊല്ലാൻ മുഹമ്മദ് ഉത്തരവിടുന്നു. ബദറിൽ പിടിച്ചുകെട്ടിയ ബന്ദികളിൽ നിന്ന് ബന്ദികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന ഇവരുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള ഇവരുടെ മുഷാവറ കഴിയുന്നതിന് മുൻപ്, ഇവരുടെ കൂടിയാലോചന കഴിയുന്നതിന് മുൻപ്, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതിന് മുൻപ്, പണ്ട് മക്കയിൽ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോ ആ ശത്രുവിനോട് ക്ഷമിച്ചു എന്ന് പഠിപ്പിച്ച കഥയിലെ ഉഖബ ഇബ്നു അബീ മുഅയ്ത്തിനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് കൊന്നുകളഞ്ഞു. നിളർ ബിൻ ഹാരിസിനെ കൊലപ്പെടുത്തി. പ്രതികാരക്കൊല അവിടെ തുടങ്ങി. കൊല്ലപ്പെട്ട ആളുകൾ അവരുടെ ശരീരം ഛിന്ന ഭിന്നമാക്കി. മുഹമ്മദിന്റെ കലിപ്പ് തീരാതെ ബദറിൽ കൊല ചെയ്യപ്പെട്ട 70 ആളടങ്ങുന്ന 70 ഖുറൈശികളുടെ മൃതശരീരം ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചു വാരിയിട്ടതിനു ശേഷം ആ മൃതദേഹങ്ങളെ നോക്കി മുഹമ്മദ് ആക്രോശിച്ചു. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ കാരുണ്യവും നന്മയും മാന്യതയും യുദ്ധമര്യാദയും. ഇനി യുദ്ധമര്യാദയിൽ വേറെ വരാണ്ട്, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. യുദ്ധക്കളത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ബദറിൽ മുസ്ലിമീങ്ങൾ എത്ര ആളുണ്ട് നോക്കാന് അവിശ്വാസികൾ ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഒരാളെ വിട്ടു. അയാൾ തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് തമ്പടിച്ച പ്രദേശത്തോട് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് പറഞ്ഞ് 300 ആള്
ഏറിയ ഒരു ലേശം ഏറും, അല്ലെങ്കിൽ ലേശം കുറയും. 300 ആള്, 313 അല്ലേ, 313 ലേശം ഏറിയുള്ളൂ. 300 ആളുണ്ട്. ജനങ്ങളോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തോന്നി, അല്ലട്ടോ ഒന്നുകൂടി നിൽക്കി, ഞാൻ അവർ ഒളിഞ്ഞു കുത്തിരിക്കുന്ന വല്ല സേനയോ വേറെ വല്ല ഗോത്രക്കാരും പിന്നിൽ വരുന്നതോ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ, ഒന്ന് നോക്കി വരാൻ ലേശം കൂടി അനുവാദം തരണം. ഇയാൾ പോയി ചുറ്റുഭാഗവും ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളും ഏതെങ്കിലും പിന്തുണ സൈന്യങ്ങൾ വന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരതാൻ പറ്റുന്നിടത്തൊക്കെ പരതി വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, ഇവർ മാത്രമേയുള്ളൂ. അപ്പൊ നമുക്ക് 313 പേർ 1000 പേരുടെ മുന്നിൽ അകപ്പെട്ടത് ഇങ്ങനെയാണ്. മുഹമ്മദിന്റെ പ്രാർത്ഥന അതായിരുന്നു. അപ്പൊ എന്തായാലും ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് വന്നവർ മുഹമ്മദിന്റെ ഈ കൊള്ള സംഘത്തെ നിരീക്ഷിച്ചു. അവർക്ക് പിന്തുണയുമായി മറ്റു വല്ലവരുണ്ടോ നോക്കി, ആളുകൾ എണ്ണം എത്രയുണ്ട് എന്ന് നോക്കി. അവർ മനസ്സിലാക്കി 300 പേര്, 313 പേര്, 300 പേര് കമ്മതി കണക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ നോക്കൂ, ഈ 2 വിഭാഗം മനുഷ്യരുടെ മനോനില, അവരുടെ ചിന്ത, ഇത് തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാം. 1000 ആളുകൾ തുള്ളിച്ചാടി, അബൂജഹൽ തുള്ളിച്ചാടി, നൃത്തം ചവിട്ടി. 300 ആള്, നമ്മൾ ആയുധപാണികളായ ഈ 1000 ആൾക്ക് 300 ആൾ എന്താ? പക്ഷെ ഇദ്ദേഹം സാവകാശം ഒരല്പം നിന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, ഞാൻ കണ്ട 300 ആള് വല്ലാത്ത മനുഷ്യന്മാരാ. ഓരുടെ വാഹനം 70 ഒട്ടകം, വല്ലാത്ത ഒട്ടക. തഹ്മീലുൽ മനായ, മരണവും ചുമന്നുകൊണ്ടാ അവർ വന്നിരിക്കുന്നത്, മരണങ്ങളുമായാണ് അവർ വന്നിരിക്കുന്നത്, അവരുടെ ചുമടുകൾ മരണമാണ്. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് എന്നോട് വേറെ ദേഷ്യമൊന്നും തോന്നരുത്, വിശ്വാസികൾക്ക് തോന്നരുത്. ബാഹുബലി സിനിമ കണ്ടിട്ടുള്ളവർക്ക് കാലകയന്റെ സൈന്യം വരുമ്പോ ഉണ്ടാകുന്ന ഒരു ഭീതി, അതാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടു വന്ന സംഘത്തെ ഗ്രസിച്ചത്. എന്തിനും തയ്യാറായി, കൊള്ള ചെയ്യാനും ആക്രമിക്കാനും കൊല്ലാനും തയ്യാറായി, ചാവാനും തയ്യാറായി വരുന്ന ഒരു ചാവേർ സംഘത്തെയാണ് അവരവിടെ കണ്ടത്. അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് പറയുന്നു. ആളുകളുടെ എണ്ണം, ഇവരെ വീക്ഷിക്കാൻ പുറപ്പെട്ടു പോയ ഖുറൈശികളുടെ പ്രതിനിധി അവർ വന്നിട്ട് പറഞ്ഞു, ഈ സംഘം എന്ന് പറഞ്ഞാൽ ഇതൊരു ചാവേർ സംഘത്തിന് സമമാണ്, അവർക്ക് മേലും കീഴും നോക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ബാഹുബലി സിനിമയിലെ കാലകയന്റെ സൈന്യത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീതി, ഒരു ഭയം, അതാണ് മക്കയിൽ നിന്ന് വന്ന മനുഷ്യർക്കുണ്ടായത്. അതിന് സമമായിട്ടാണ് ഇവരവിടെ തമ്പടിച്ചത്. ബാക്കി അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. യസ്രിബിലെ ആ തേക്കൊട്ടകങ്ങൾ, വെള്ളം തേക്കാൻ ഉപയോഗിക്കുന്ന ചവാല ഒട്ടകങ്ങൾ മരണവുമായിട്ടാ വന്നത്. അവർക്ക് അവലംബമില്ല. പെരല്ലാത്തവനെന്ത് തീപ്പൊരിയാന്ന് കണ്ടിട്ടില്ലേ? ഇതാണ് ഈ സംസാരിക്കുന്നത്. അവർക്ക് അതാണ് പെരയില്ലാത്തവനെന്ത് തീപ്പൊരി എന്ന് പറഞ്ഞാൽ മേലും കീഴും നോക്കാനില്ലാത്ത ചാവേർ സംഘം, ചാവേർ കൊള്ള സംഘം. കൊല്ലാനും ചാവാനും തയ്യാറായി വന്ന, ആലംബമോ അവലംബമോ സമ്പത്തോ മറ്റെന്തെങ്കിലും ജീവിതത്തിൽ ജീവിച്ചിരിക്കാനുള്ള എന്തെങ്കിലും കാരണമോ ഇല്ലാത്ത കേവലം ചാവേർ കൊള്ള സംഘത്തെയാണ് അവർ കണ്ടത്. അവലംബമില്ല, ചെന്നുകൂടാൻ അഭയമില്ല, ഇനി നോക്കാൻ ആളില്ല, അങ്ങനത്തെ ഒരു സംഘമാണ്. ഓൽക്കൊന്നും നോക്കാനില്ലാത്തൊരു സംഘം. അതുകൊണ്ട് അത്തരം ഒരു ചാവേർ സംഘത്തെ നേരിടാൻ നമ്മൾ പോകേണ്ടതുണ്ടോ എന്ന് ആലോചിച്ച് തീരുമാനിക്കണം എന്ന് ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം പറഞ്ഞു. അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഇസ്ലാമിന്റെ പക്ഷത്ത് ഉമർ ഉണ്ടെങ്കിൽ ആ ഉമറിന് സമമായി മക്കക്കാരുടെ ഇടയിൽ ബുദ്ധിമാനായി അബുൽ ഹക്കം എന്ന് വിളിപ്പേരുള്ള അബൂജഹലാണ് ഈ ശത്രു സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഈ ഖുറൈശി സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നമുക്കിനി പോണോ? അവര് ചാവേറുകളാണ്, അറിയാലോ, ചാവേറുകളെ നേരിടാൻ നമ്മൾ പോകണോ, നമുക്ക് തിരിച്ചു പോകണോ എന്ന കാര്യത്തിൽ അവർ ആലോചന നടത്തുന്ന രംഗം ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്ന 1000 പേരോടല്ല മുഹമ്മദും സംഘവും ഏറ്റുമുട്ടിയത് എന്നതിന്റെ തെളിവ് പച്ചക്ക് വിളിച്ചു പറയുകയാണ്. മുഹമ്മദിനെ കൊല്ലാൻ വന്നവർക്ക് ഈ 313 ആളെ കണ്ടിട്ട് നമ്മൾ ഓലോട് ഏറ്റുമുട്ടാൻ പോണോ കൊണ്ടേ എന്ന ചർച്ച വേറെ നടക്കുവോ? അതുകൊണ്ട് നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച ബദരീങ്ങളുടെ വൈകാരിക ചിത്രം മാറ്റി വെച്ചിട്ട് ഈ ഒരു ചരിത്രത്തെ നിങ്ങൾ ഈ രീതിയിൽ വിശകലനം ചെയ്തു നോക്കൂ. എല്ലാ നുണകളും, ബദറിനെ കുറിച്ച് പറഞ്ഞ സകല നുണകളും പൊളിഞ്ഞു വീഴാണ് നജീബ് മൗലവിയുടെ ഈ പ്രസംഗത്തിലൂടെ. ആ വാളല്ലാതെ മറ്റൊന്നുമില്ല. വല്ലാഹി അല്ലാഹുവാണ്. ഒരാൾ അവരിൽ നിന്ന് മരിക്കണോ, ആ കൊല്ലുന്ന ആളെയോ മറ്റൊരാളെയോ ഇയാൾ കൊല്ലാതെ അയാൾ കൊല്ലപ്പെടൂല. അങ്ങനെ 300 പേർ അവർ മരിക്കാൻ, ഒരു 300 പേർ നമ്മളിൽ നിന്ന് പകരം കൊന്നിട്ട് അവർ മരിക്കൂന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ നമ്മളിൽ നിന്ന് 300 പേര് പോയാൽ പിന്നെ ജീവിതത്തിന് എന്തു നന്മയും ഗുണവും സുഖ. അതുകൊണ്ട് ചിന്തിച്ച് അഭിപ്രായം പറഞ്ഞോളൂ, ഈ പോരാട്ട സേനയുമായിട്ട് പോരാടണോ? ഇതാ ബദരീങ്ങൾ.
അതാണ് ബദരീങ്ങളും ഖുറൈശികളും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഭാഗത്ത് നിങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് വരണമെന്നും ഞങ്ങൾ മരിച്ചാൽ നിങ്ങൾ തിരിച്ചു പോകണം നബിയെ, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ അവിടെ ഇനിയുണ്ട് നബിയെ, അതുകൊണ്ട് വരാനിരിക്കുന്നുണ്ട് ഒരു ഷഹീദാകാൻ പൂതി വെച്ച ഒരുത്തന്റെ മനോനില. അപ്പൊ കൊല്ലാനും ചാവാനും മനസ്സ് പാകപ്പെടുത്തി വന്നവരും അങ്ങോട്ട് കൊന്നും ഇങ്ങോട്ട് ചത്തും മനുഷ്യർ മരിച്ചു വീണിട്ട് എന്ത് നന്മ എന്ന് ചിന്തിക്കുന്ന ഖുറൈശികളും. ആലോചിച്ച് നോക്ക്, കമ്പയർ ചെയ്ത് നോക്ക്. ഇവിടെ യുദ്ധത്തിൽ തോൽക്കും എന്ന ഭീതിയല്ല. 1000 പേരിൽ നിന്ന് 300 പേർ അവരെ കൊല്ലാൻ 300 പേർ ഇവരെ വീടാൽ ബാക്കി 700 പേർ ജയിച്ചു കയറിയാലും ഈ 300 പേരുടെ ജീവൻ കുരുതി കൊടുത്തിട്ട് എന്ത് നന്മ, എന്ത് ജീവിതം എന്ന് ചിന്തിക്കുന്നവർ. മറുഭാഗത്ത് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല നബി, ഞങ്ങൾ തിരിച്ചു പോയിക്കോളി, അവിടെ ഇനിയും ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഷഹീദായാൽ മതി എന്ന് പറഞ്ഞ് ചാവാൻ തയ്യാറായി വന്ന ചാവേർ സംഘം. രണ്ട് ജനവിഭാഗങ്ങളുടെ, രണ്ട് കൂട്ടം മനുഷ്യരുടെ മാനസികാവസ്ഥ, അവരുടെ ചിന്ത നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിലേതാണ് മാനവികമായ ചിന്ത? ഏതാണ് മനുഷ്യത്വമുള്ള ചിന്ത? ഏതാണ് നന്മയുടെ ചിന്ത? നിങ്ങൾ ആരും ഉത്തരം കമന്റ് ബോക്സിൽ എഴുതണ്ട. വിശ്വാസികളോടാണ്, അല്ലാത്തവർക്ക് എഴുതണം എന്ന് തോന്നുന്നവർക്ക് എഴുതാം. ഇതിലേതാണ് മനുഷ്യത്വപരമായി ചിന്തിക്കുന്നവർ? ഇതിലേതാണ് സാമാന്യമായിട്ടുള്ള നീതിബോധത്തിന്റെ വക്താക്കൾ? ഖുറൈശികളാണോ മുഹമ്മദിന്റെ കൊള്ള സംഘമാണോ? നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതും നിങ്ങളുടെ അഭിപ്രായം. വിശ്വാസികൾ കമന്റ് ബോക്സിൽ എഴുതാൻ മടിയുള്ളവർ മാറിയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കും, ഇതിലേതാണ് മനുഷ്യരുടെ സംഘം, ഏതാണ് പൈശാചിക സംഘം? ഈ ബദരീങ്ങളുമായി പോരാടണമെന്ന് ചിന്തിച്ചോ? നമ്മൾ 1000 പേരുണ്ട് ശരിയാ, തിന്നാൻ ഒട്ടകമുണ്ട് ശരിയാ, മുതലാളിമാരുണ്ട് ശരിയാ, ഓരോരുത്തർക്ക് ദാനം 70 ആളുകളെ അവരിൽ നിന്ന് പിടിച്ചിട്ട് ദണ്ഡം കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചപ്പോ പൊന്നിന്റെ കൂമ്പാരങ്ങളല്ലേ ഓരോരുത്തം കൊണ്ടുവന്നത്? 100 ഊക്കിയ പൊന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് റസൂലുള്ളാഹ്. 100 ഊക്കിയ പൊന്ന്, 100 ഊക്കിയ പൊന്ന് എന്ന് പറഞ്ഞാൽ എത്രങ്ങാനും പവണ്ടാവുന്ന? ഇതൊക്കെ നാണയങ്ങൾ, സ്വർണത്തിന്റെ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നമ്മളെ നിൽക്കേണ്ട നാണയമല്ലത്. 50 പൈസ നമ്മളത് നിൽക്കണ, ആ നിൽക്കേണ്ട നാണയമല്ല. അന്ന് സ്വർണവും വെള്ളിയ നാണയമുള്ളൂ. ഇവിടെ കയ്യിൽ കൊടുത്ത നാണയത്തിന് സ്വർണത്തിന്റെ പേരാ ദീനാർ. അത്രയുള്ള ദീനാറുകളാണ് ഇവർക്കൊക്കെ കയ്യിലുള്ള പണം. ആ പണമുള്ള സംഘത്തിൽ നിന്ന് ഓരോരുത്തരും മരിക്കണമെങ്കിൽ അവരിൽ നിന്ന് ഒരാൾ പോയാൽ നമ്മളിൽ നിന്ന് ഒരാൾ പോകും. എന്നാ പിന്നെ എന്താ വേണ്ടു എന്ന് ചിന്തിച്ചോ? അപ്പം ധനം കൊണ്ട് ഖുറൈശികളുടെ മികവ് എത്രയായിരുന്നു, അവരുടെ സമ്പത്ത് എത്രയായിരുന്നു എന്നും മുഹമ്മദിന്റെ സംഘത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നും വ്യക്തം. ഈ ഖുറൈശികളാണ് മുഹമ്മദും സംഘവും ഇട്ടേച്ചു പോകുന്ന സ്വത്ത് കൈക്കലാക്കിയിട്ട് അത് വെച്ച് കച്ചവടം ചെയ്തു എന്ന ഇളിഭ്യൻ വാദം ഈ 2021 ശേഷം 24 ശേഷം പുറത്തു വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഭാഗം പറഞ്ഞ് ഒപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ മറുഭാഗം പൊളിഞ്ഞു വീഴുകയാണ്. നജീബ് മൗലവിന്റെ കുറ്റല്ല, എല്ലാ ഭാഗവും ഒരുമിച്ച് ഇത് ശരിയാക്കാൻ പറ്റൂല. ഒരു ഭാഗം ശരിയാക്കുമ്പം മറുഭാഗം പൊളിഞ്ഞു വീഴും. അപ്പൊ അപ്പുറത്ത് പോയത് കെട്ടിപ്പൊക്കുമ്പം ഈ ഭാഗം പൊളിഞ്ഞു വീഴും. ഇതിൽ നിന്ന് നമുക്ക് ആകെ കിട്ടുന്ന ചിത്രം എന്താണ്? സമ്പന്നരായ ഖുറൈശി കച്ചവട സംഘത്തെ നേരിടാൻ നിർധനരായ, ദരിദ്രരായ ഒരു കൂട്ടം മനുഷ്യർ ചാവേറുകളായി പുറപ്പെടുന്നു കൊള്ള ചെയ്യാൻ. ഇതല്ലേ ചിത്രം? അപ്പൊ അതുകൊണ്ട് ഖുറൈശികൾ ആലോചിക്കാണ്, ഇത്രയൊക്കെ സമ്പത്തും സംഗതികളൊക്കെ നമുക്കുണ്ട്, നമ്മൾ അവരെ ജയിക്കുകയും ചെയ്തേക്കാം, പക്ഷെ നമ്മൾ അതിനിറങ്ങണോ വേണ്ടേ എന്ന് നിങ്ങൾ ആലോചിക്കണം. 300 പേര് നമ്മളിൽ നിന്ന് ജീവൻ കളഞ്ഞിട്ട് നമുക്ക് എന്ത് നേടാനാണ് എന്ന് അവരാലോചിക്കുന്നു. ഇത് കേട്ടപ്പോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഹക്കീം ഇബ്നു ഹിസാം, അയാൾക്കൊരു ഹിക്മത്തുണ്ട്. അള്ളാന്റെ റസൂല് അയാൾ ഒരു പ്രത്യേക ഒട്ടകപ്പുറത്ത്, ചുവന്ന ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ പറഞ്ഞു, ഓല കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു തൻ്റെടോ ചിന്ത ഉണ്ടെങ്കിൽ ആ ചുവന്ന ഒട്ടകപ്പുറത്ത് പോകുന്ന ആൾക്കുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ ആളാ ഹക്കീം ഇബ്നു ഹിസാം. ആരാണ് ഈ ഹക്കീം ഇബ്നു ഹിസാം എന്നറിയണ്ടേ? അളിയന്റെ മോൻ. ആരോടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്? എളാപ്പാന്റെ മക്കളും മൂത്താപ്പാന്റെ മക്കളും സ്വന്തം എളാപ്പയും ഉൾപ്പെടെയുള്ള മനുഷ്യരോട്, സ്വന്തം കുടുംബക്കാരെ കൊള്ള ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരു കൊള്ള സംഘത്തെ നയിച്ച മനുഷ്യന്റെ പേരാണ് മുഹമ്മദ്. ഇപ്പൊ ഈ പറഞ്ഞ ആളുടെ ആരാന്നറിയോ? ഖദീജാന്റെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ആദ്യത്തെ പത്നി. ആ പത്നിയുടെ ആങ്ങളയുടെ മോനാണ് ഇയാൾ. അയാൾക്ക് മാത്രമാണ് ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ബോധമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര നബി പണ്ട്. ആ മനുഷ്യൻ ഖുറൈശി സംഘത്തിലെ വയസ്സിൽ മുതിർന്ന ആളോട് ചെന്നിട്ട് പറയുന്ന ഭാഗം ഇനി നിങ്ങൾ കേട്ടോളി. അള്ളാന്റെ റസൂലിന്റെ മണവാട്ടി ഖദീജ ബീവിയുടെ സഹോദരനാണ് ഹിസാം. ആ സഹോദരന്റെ മകനാണ് ഹക്കീം. അപ്പൊ റസൂലുള്ളാന്റെ അളിയന്റെ മകൻ, നമ്മളെ ഭാഷയിൽ അളിയന്റെ മകൻ, തങ്ങളെ ഭാര്യ സഹോദരന്റെ മകനാ ഹക്കീം. ഇദ്ദേഹം പിന്നീട് വിശ്വസിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, പിന്നെ വിശ്വസിച്ച സ്വഹാബിയാണ്. ആ ഹക്കീം പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സനായ ഉത്തുബത്തിനോട് ചെന്നിട്ട്, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഷെയ്ഖ്,
മഹാനായ ഷെയ്ഖ് വയസ്സൻ. ചിന്തയും നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചങ്ങാതിനോട് പറയാ, ആ ചങ്ങാതി അബൂജഹലിനാ പറയുന്നത്. അപ്പൊ ഉത്ബയോട് പോയിട്ട് പറയാണ്, നിങ്ങൾ അബൂജഹലിനോട് പറയണം. എന്ത് പറയണം? ആലോചിക്കണം. മുഹമ്മദിനെ വകവരുത്തണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവിടുന്ന് കച്ചകെട്ടി ഇറങ്ങിയ സംഘമല്ല എന്നും കച്ചവട സംഘത്തെ രക്ഷിച്ചെടുക്കാൻ കച്ചവട സംഘം അപകടത്തിലാണ് എന്ന് മനസ്സിലായപ്പോ ആ കച്ചവട സംഘത്തെ രക്ഷിച്ചെടുക്കാൻ അവിടുന്ന് കിട്ടിയത് കയ്യിൽ പിടിച്ചിറങ്ങി വന്ന സംഘമാണ് എന്നും നിങ്ങൾക്ക് ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ ചിന്തയ്ക്ക് ഇട്ടുവെച്ച ആട്ടപ്പുണ്ടല്ലോ, ലോക്ക്, അള്ളാഹു അക്ബർ വെച്ചിട്ട് പൂട്ടി വെച്ചിട്ടുള്ള കോമൺ സെൻസിന്റെ താഴുണ്ടല്ലോ, അത് ഇങ്ങോട്ട് തുറക്ക്. നിങ്ങൾ ചിന്തിക്കേ. ഞാനല്ലല്ലോ പറയുന്നത്, ഉസ്താദ് പറയണം. ഉസ്താദ് തൊള്ളപ്പുട്ട് പറയണോ? അല്ല, ഉസ്താദ് പറയുന്നത് ചരിത്ര പുസ്തകത്തിൽ അപ്പാടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഉസ്താദ് ഇതിൽ പറഞ്ഞ കാര്യത്തിന് റെഫറൻസ് ആവശ്യമുള്ളവർ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. ഉസ്താദ് ഇനി ഉസ്താദല്ലേ, ഉസ്താദ് തൊള്ളപ്പുട്ട് പറഞ്ഞാലേ ആളിങ്ങനെ തൊള്ളയിൽ തോന്നിയ പറഞ്ഞാണ്, അങ്ങനെ പറയണ്ട. ഈ ഉസ്താദ് പറഞ്ഞ ഈ വാദങ്ങൾക്ക് റെഫറൻസ് ആവശ്യമുള്ളവർ എൻ്റെ അടുത്ത് വന്നോ, ഞാൻ തരാം. നിങ്ങൾ ബാക്കി കേട്ടോ. എന്താണ് ഉത്തബയോട് പറയുന്നത്? ഉത്തബ എന്താണ് അബൂജഹലിനോട് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ സംഘമായിട്ട് പോയിട്ട് ഇത്രയും ആൾക്കാരെ നമ്മൾ വെറുതെ കുരുതി കൊടുക്കാൻ വേണ്ടി പോകണോ? നമ്മളെ സംഘം ജയിച്ചു പോയില്ലേ, രക്ഷപ്പെട്ടു പോയില്ലേ? വാണിജ്യ സംഘത്തെ രക്ഷിക്കാനല്ലേ വന്നത്? അവർ മക്കത്ത് എത്തേണ്ടടുത്ത് എത്തില്ലേ? നമ്മുടെ സ്വമ്പത്തും എത്തിയില്ലേ? ഇനി നമ്മൾ എന്തിനാ മരിക്കാൻ പോണ്? ഒന്ന് ചെന്നിട്ട് പറ എന്ന് ഉത്ബത്ത് നേതാവിനെ ചെന്ന് കണ്ടു പറഞ്ഞപ്പോ ഉത്ബത്ത് ഒരു ദൂതനയച്ചു അബൂജഹലിന്റെ അടുത്ത്. അബൂജഹലിനോട് ചെന്നിട്ട് പറഞ്ഞു, അബുൽ ഹക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ബഹുമാനപൂർവ്വം പറഞ്ഞു, അബുൽ ഹക്കം വയസ്സനല്ല, പക്ഷെ ചിന്ത ഉള്ള ആളാ, അറിവ് ഉള്ള ആളാ, ഓല കൂട്ടത്തിൽ വലിയ ആൾ അയാളാണ് ഓല വെപ്പ്, അത് വെച്ചിട്ട് പോലെ ആദരിക്കുക അബുൽ ഹക്കം. അബുൽ ഹക്കം, നമ്മളിപ്പോ ഈ ഉത്ബ പറയുന്നു ഇങ്ങനെയൊക്കെ, നമ്മൾ പോകാതിരിക്കുക നല്ലത് എന്ന്. അപ്പൊ ഉത്ബയോട് ചെന്ന് പറഞ്ഞു, ഖദീജാന്റെ ആങ്ങളേന്റെ മോൻ, നമ്മളിപ്പോ വന്നത് കച്ചവട സംഘത്തെ രക്ഷിക്കാനല്ലേ? നമ്മളെ സമ്പത്തും കച്ചവട സംഘവും രക്ഷപ്പെട്ട് മറ്റൊരു വഴി പിടിച്ച് മക്കയിലെത്തിയില്ലേ? നമ്മുടെ സമ്പത്ത് രക്ഷപ്പെട്ടില്ലേ? നമുക്ക് ഇനി ഈ സംഘത്തെ നേരിടണമോ? നമ്മൾ എന്തിനാണ് വെറുതെ മനുഷ്യർ വെട്ടിച്ചാവാൻ പോകുന്നത്? നമുക്ക് തിരിച്ചു പോയിക്കൂടെ? ഇതാണ് അവിടെ നടക്കുന്ന ചർച്ച. പക്ഷെ ഈ സംഘത്തിന് നേതൃത്വം കൊടുത്തു വന്ന അബൂജഹൽ എന്ന് ഇവർ വിളിക്കുന്ന അബുൽ ഹക്കം, എന്ന് ഖുറൈശികൾ വിളിക്കുന്ന അംർ എന്ന് പറഞ്ഞാൽ ഉമർ. ഏതാ ഉമർ? മക്കയിലെ പരാധീനതയുടെ കാലത്ത് മുഹമ്മദ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച രണ്ടാലൊരു ഉമറിനെ കൊണ്ട്, അള്ളാഹുവെ നീ നിന്റെ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് മുഹമ്മദ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന രണ്ടാൽ ഒരു ഉമറിൽ ഒന്നാമത്തെ ഉമർ. അബുൽ ഹക്കം എന്ന വിളിപ്പേരുള്ള ആളായിരുന്നു മക്ക ഖുറൈശികൾക്കിടയിൽ ഇവർ അബൂജഹിൽ എന്ന് ഇപ്പൊ വിളിക്കുന്ന ഈ ഉമറെങ്കിൽ മുഹമ്മദിന്റെ കൂടെ ചേർന്ന ഉമറിന്റെ കോലം എന്തായിരുന്നു എന്നും ഉമർ ആരായിരുന്നു എന്നും ഇതേ മൊഴിയ മരുവ എന്ന് പറയുന്ന ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഉക്കാള ചന്തയിൽ ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയമായിരുന്നു, സ്ത്രീകൾക്ക് വഴിയിറങ്ങി നടക്കാൻ പേടിയായിരുന്നു, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പറഞ്ഞു പേടിപ്പിച്ചിരുന്നത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കയിലെ 1-ാം നമ്പർ റൗഡി ഗുണ്ട ആയിരുന്നു ഉമർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഒന്നുകിൽ ആ ഉമറിനെ കൊണ്ടോ അല്ലെങ്കിൽ അബൂ ഹക്കം എന്ന പേരുള്ള ഈ ഇവര് അബൂജഹിൽ എന്ന് വിളിക്കുന്ന ഈ ഉമറിനെ കൊണ്ടോ എന്റെ ദീനിനെ നീ രക്ഷപ്പെടുത്തണേ എന്ന് മുഹമ്മദ് പ്രാർത്ഥിച്ചുവെങ്കിൽ, ഈ തെമ്മാടിയായിരുന്ന ഉമർ മുഹമ്മദിന്റെ ഇസ്ലാം സ്വീകരിച്ചു എങ്കിൽ, മുഹമ്മദിന്റെ കൂടെ കൂടിയെങ്കിൽ എന്തായിരുന്നു മുഹമ്മദിന്റെ സംഘത്തിന്റെ ക്വാളിറ്റി? നിങ്ങൾ ആലോചിച്ച്. ഒരു ഭാഗത്ത് ഉമർ, മറുഭാഗത്ത് അബുൽ ഹക്കം എന്ന് വിളിക്കുന്ന ഖുറൈശികൾ എല്ലാവരും ആദരിക്കുന്ന ബുദ്ധിമാനായ, പണ്ഡിതനായ, ധൈര്യശാലിയായിട്ടുള്ള ഉമർ. മറുഭാഗത്ത് ചന്തയിൽ ആളുകളെ ഭയപ്പെടുത്തിയിരുന്ന, കൊള്ളയടിക്കാൻ പോലും ശ്രമിച്ചിരുന്ന, അതേപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്ന, കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്ന ഒരു തല്ലിപ്പൊളി ഉമർ. മുഹമ്മദിന്റെ കൂടെ കൂടിയതാരാ? ഈ തല്ലിപ്പൊളി ഉമർ. വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. പോട്ടെ, നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഈ അബുൽ ഹക്കം എന്ന് പറഞ്ഞു, ഉത്തബ ആളെ വിട്ടു അബൂജഹലിന്റെ അടുത്തേക്ക്, നമുക്ക് തിരിച്ചു പോകാം, നമ്മളെ കച്ചവട സംഘമൊക്കെ രക്ഷപ്പെട്ടു പോന്നില്ലേ? അപ്പൊ അബൂജഹൽ പറഞ്ഞു, അത് പറ്റില്ല. അതാണ് ഇപ്പൊ വിശ്വാസികൾ വലിയ പരാതിയായിട്ട് പറയാം. അതിൽ എന്റെ പോയിന്റ് ഓന്റെ ചങ്കും കൊല്ലിയും വണ്ണം വെച്ച് ഇപ്പൊ തന്നെ ഋതുബന്റെ ചങ്കും കൊല്ലിയും വണ്ണം വെച്ചിരിക്കുകയാണ് മുഹമ്മദിനെ പേടിച്ചിട്ട്. മുഹമ്മദിന്റെ സേനയെ കണ്ടപ്പോഴത്തിന് ചങ്കും കൊല്ലിയും വണ്ണം വെച്ചിരിക്കുന്നു ഋതുബ. ഓൻ പേടിത്തൊണ്ടൻ പോകട്ടെ, നമുക്കിവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല, നമുക്ക് പോരാടി അവരെ ശരിപ്പെടുത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാ അപ്പോഴും അബൂജഹൽ പറയുന്നത്. ഋതുബയെ നേരിട്ട് കണ്ടപ്പോഴും പറഞ്ഞു ഋതുബയോട്, ഈ അബൂജഹൽ ഇത് നിങ്ങളെ ചൊങ്കും കൊല്ലൊക്കെ മുഹമ്മദിന്റെ സേനയെ കണ്ടപ്പം വണ്ണം വെച്ച് നിൽക്കുന്നത് പേടിച്ചിട്ട് പേടിത്തൊണ്ടൻ പറയാ.
അപ്പൊ ഇയാൾ പറഞ്ഞു, പേടിത്തൊണ്ട, എൻ്റെ പേടിയല്ല, ഞാൻ ചെയ്യുന്ന പൊലിവ് നിനക്ക് കാണാം. യുദ്ധത്തിൽ എന്താ ചെയ്യാന്ന് നിനക്കറിയാം, എനിക്കൊരു പേടിയുമില്ല, വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളെ കൗമിനെ, നമ്മളെ ജനതയെ കുരുതി കൊടുക്കണോന്നാ ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാളെ നാണം കെടുത്തലിൽ വെറുതെ ദുരഭിമാനം കൊണ്ടിട്ട് അദ്ദേഹം പടക്കളത്തിലിറങ്ങുക. എങ്ങനെയുണ്ട്? ഇവിടെ അബൂജഹൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ പറയും. മൂന്നാമത്തെ തവണയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ മുഹമ്മദ് ലാക്കാക്കുന്നത്. ആദ്യം ഒരു തവണ രക്ഷപ്പെട്ടു, രണ്ടാമത് വീണ്ടും അങ്ങോട്ട് പോയപ്പോ, ഷാമിലേക്ക് പോയപ്പോ ശ്രമിച്ചു, അവിടുന്നും കച്ചവട സംഘം രക്ഷപ്പെട്ടു, തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നാ. തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും കോപ്പ് കൂട്ടി കൊള്ളയടിക്കാൻ വഴിയിൽ സദാ പാത്തു നിൽക്കുന്ന ഒരു കൊള്ള സംഘത്തെ അവിടെ വിട്ടേച്ചു പോവുക എന്ന് പറയുന്നത് ആ സംഘത്തിന് വേണ്ടി അവരുടെ നേതാവിന് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് തിരിച്ചു പോയാൽ അടുത്ത കച്ചവട സംഘം വീണ്ടും കച്ചവടത്തിന് പോകണം. അപ്പോൾ ഇവർ ഇതേ കൊള്ള സംഘം അവിടെ വീണ്ടും കാത്തു നിൽക്കും. അതുകൊണ്ട് ഈ കൊള്ള സംഘത്തെ നേരിടുക എന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധമാണ്. അതിലെങ്ങനെ അബൂജഹലിനൊക്കെ കുറ്റം പറയാൻ പറ്റുക? പക്ഷെ നോക്കൂ, അപ്പോഴും അബൂജഹലിന്റെ കൂടെയുള്ള മനുഷ്യർ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു ഏറ്റുമുട്ടലിന് പോകുന്നത് എന്ന് ഉത്തബയോട് ചോദിക്കാണ്. അപ്പൊ ഉത്തബ പറയാ എന്താ, നിങ്ങൾക്ക് പേടിയാണ്, പേടിത്തൊണ്ടന്മാരാണ്, നിങ്ങൾ പോട്ടെ, ഞങ്ങൾ ഇത് നേരിടും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ആളുകളെ അബൂജഹൽ എന്ന് വിളിക്കുന്ന അമ്ര, അബൂ ഹക്കം എന്ന് തന്നെയാണ് അബൂജഹൽ എന്ന് പകരം നമ്മൾ പറയേണ്ടത്. അദ്ദേഹം ഇവരെ ഈ കൊള്ള സംഘത്തെ നേരിടാൻ തന്നെ തീരുമാനിക്കുന്നു, മുന്നോട്ട് പോകും. അപ്പം ഈ അപമാനം സഹിക്കാതെ, ഈ കളിയാക്കലും പരിഹാസം സഹിക്കാതെ ഉത്തബയും രംഗത്തിറങ്ങുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ കച്ചവട സംഘം രക്ഷിച്ചെടുക്കാനാണ് ഇവർ വന്നതെന്നും ഇവർ സർവായുധ അല്ലെങ്കിൽ സർവാഭരണ വിഭൂഷിതരായി ആയുധ സന്നാഹങ്ങളൊക്കെ കൂട്ടി വന്നവരല്ല എന്നതിന്റെ തെളിവും ഇതേ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞുതരും. കേട്ടോ. പടക്കളത്തിലിറങ്ങാൻ പടത്തൊപ്പി ധരിക്കാൻ നോക്കുമ്പോൾ പെരും തലയനായ അയാൾക്ക് ഇണങ്ങുന്ന ഒരു പടത്തൊപ്പിയുമില്ല. ആരേന്ന് വാങ്ങിയിട്ടും തലയിൽ കൊള്ളൂല. എല്ലാം പടത്തൊപ്പില്ലെങ്കിലോ വെട്ട് തലക്കാ വരിക, ഒന്നാമത്തെ വെട്ട് തന്നെ മരിക്കും. നേർക്കു നേരെ യുദ്ധമാണ്. അതിൽ വാളം ഡോങ്ങിയാൽ തലയോട്ടിക്ക് വെട്ടിയാൽ ഒറ്റടിക്ക് പിളർന്നിട്ട് രണ്ടെണ്ണായിട്ട് പോകും. അപ്പൊ തല കാക്കാനാ പടത്തൊപ്പി. ഇയാളെ തല കൊള്ളുന്ന ഒരു പടത്തൊപ്പി ആ സൈന്യത്തിന്റെ കൂട്ടത്തിലില്ല. ഇയാൾ അവസാനം വലിയൊരു പുതപ്പ് വാങ്ങിയിട്ട് തല ആകെ മൂടിപ്പൊതച്ച് കെട്ടിയിട്ട് ഒന്നായിട്ട് ഇറങ്ങി. അയാളെ സഹോദരൻ ഷെയ്ബനും കൂട്ടി, അയാളെ മകൻ വലീദിനും കൂട്ടി. അതാ ഒന്നാമത്തെ പോരാട്ട സംഘം, 3 ആളുകൾ. നോക്കൂ നിങ്ങൾ, ഉത്തബ ഷെയ്ബയൊക്കെ യുദ്ധത്തിന് തയ്യാറായി അവരുടെ ആയുധങ്ങളൊക്കെ പെറുക്കി അവർ എല്ലാ സജ്ജീകരണങ്ങളോടുമല്ല യുദ്ധത്തിന് വന്നത്, ഇവർ യുദ്ധത്തിന് വന്നതല്ല എന്നും കച്ചവട സംഘത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് എന്നും ഇതിലും വലിയ എന്ത് തെളിവാണ് കൂട്ടരങ്ങൾക്ക് വേണ്ടത്? ഉത്തബയെ പോലെയുള്ള ഒരാൾ യുദ്ധത്തിന് ഒരുങ്ങി വരുമ്പോ അദ്ദേഹത്തിന്റെ പടച്ചട്ട എടുക്കില്ലേ? അദ്ദേഹത്തിന്റെ തല തൊപ്പിയെടുക്കില്ലേ? അദ്ദേഹത്തിന്റെ വാളെടുക്കില്ലേ? അദ്ദേഹത്തിന്റെ ആയുധങ്ങളും സാമഗ്രികളും എടുക്കൂലേ? അപ്പൊ അങ്ങനെയല്ല. കച്ചവട സംഘം ആക്രമിക്കപ്പെടും എന്ന വിവരമറിഞ്ഞപ്പോ പ്രത്യേക ദൂതനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയക്കുന്നു. അതേ സമയത്ത് കച്ചവട സംഘത്തിന്റെ യാത്ര ചെറിയ രീതിയിൽ ഡീവിയേറ്റ് ചെയ്യുന്നു. കച്ചവട സംഘം അപകടത്തിലാണെന്നും രക്ഷിക്കാൻ എല്ലാവരും ഒരുങ്ങി പുറപ്പെടണമെന്നും ഈ ദൂതൻ മക്കയിലേക്ക് ചെന്ന് തന്റെ ഒട്ടകത്തിന്റെ ചെവികളറുത്ത് വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് നിലവിളിക്കുകയാണ്. നിങ്ങളുടെ സമ്പത്തിത അപകടത്തിലാണ്, കൊള്ള സംഘത്തിന്റെ കയ്യിൽ അകപ്പെടാൻ പോകുന്നു, അതുകൊണ്ട് രക്ഷിച്ചെടുക്കാൻ നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് പറയുമ്പോഴാണ് അവിടെയുള്ള മനുഷ്യർ അവരുടെ സമ്പത്ത് രക്ഷിച്ചെടുക്കാൻ വേണ്ടി, ഈ സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയതെടുത്തിട്ടാണ് ഓടുന്നത്. എങ്ങനെയാണ് മോയിൻകുട്ടി വൈദ്യര് ബദർ പാട്ടിൽ അബൂജഹലിന്റെ പടപ്പുറപ്പാടിനെ വിവരിക്കുന്നത്? പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പെങ്കിയെളുന്ത് ലിബാസ് ചമൈന്ത് എന്നാണ്. എത്രയോ മോതിരങ്ങളും പടയങ്കിയും പടച്ചട്ടയും വാളും കുതിരയും ഒക്കെ തയ്യാറാക്കി എന്തോ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിലൂടെ വലിയ ഒരു യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു പടത്തലവന്റെ രീതിയിലാണ് അബൂജഹലിനെ ഈ യുദ്ധകഥകളിൽ അവതരിപ്പിക്കുക. അങ്ങനെയാണോ സംഭവം? അങ്ങനെയല്ല എന്നതിന്റെ തെളിവല്ലേ ഉത്തബക്ക് പടത്തൊപ്പിയില്ല എന്ന് പറയുന്നത്? അദ്ദേഹം അവസാനം ഒരു പുതപ്പ് തലയിൽ വെച്ച് കെട്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു. അദ്ദേഹം സഹോദരനെ വിളിക്കുന്നു, സഹോദരന്റെ മകനും. അതാ വരുന്നു ഉത്ബ, ഷൈബ, വലീദ്. ഒറ്റ വെല്ലുവിളി, ആരുണ്ടടോ ഞങ്ങളോട് നേരിടാൻ? അതോടുകൂടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്, ചൂടാവുകയാണ്. അതിനു മുൻപേ വെള്ളത്തടാകത്തിങ്കലും ഹൗലുങ്കലും വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്ന അസ്വദ് എന്ന് പറയുന്ന ആളുടെ മണ്ടയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു തങ്ങൾ വാള് വെച്ചിട്ട് തട്ടിയിട്ട് അയാളെ കഥ കഴിച്ച കഥ മാത്രമേ അതിന്റെ മുമ്പ് നടന്നിട്ടുള്ളൂ. മാന്യന്മാർ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അവിടെ തമ്പടിച്ച മനുഷ്യർ ദാഹജലമെടുക്കാൻ ചെന്നിടത്ത് അയാളുടെ വാള് വെച്ച് തല കഴിച്ച അസ്വദിന്റെ കഥ മാത്രമേ അതിന്റെ മുമ്പ് നടന്നിട്ടുള്ളൂ. എന്തു മാന്യന്മാർ!
അല്ലേ? എന്തു മാന്യന്മാർ മുഹമ്മദിന്റെ സംഘം. സഹാബികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം അല്ലേ? ആളുകളെ, നിങ്ങൾക്ക് രോമാഞ്ചം വരുന്നുണ്ടോ വിശ്വാസികളെ? വെള്ളം കുടിക്കാൻ വന്നവന്റെ തലയറുത്തു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്. യുദ്ധക്കളത്തിലല്ല, യുദ്ധമര്യാദയും യുദ്ധമാന്യതയും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇനി യുദ്ധമാന്യതയുടെ വേറൊരു ചിത്രം നിങ്ങൾക്ക് വേറെ കാണാനുണ്ട്. കാത്തിരിക്കും. യജ്ജാതി. ശേഷം പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ ആദ്യം വരുന്നത് ഉതുബത്തും സഹോദരൻ ഷൈബത്തും ഉതുബത്തിന്റെ മകൻ വലീദുവാ. മൂന്നാള് ഖുറൈശികളുടെ വമ്പന്മാർ. ആ വമ്പന്മാർ മൂന്നാൾ ഇറങ്ങിയിട്ട് ആരുണ്ടടോ ഞങ്ങളോട് എന്നും പറഞ്ഞിട്ട് അടർക്കളത്തിലേക്ക് ഇറങ്ങുക, സൊഫിൽ നിന്ന് ഇറങ്ങുക. ഇതിനാ ബിറാസ് എന്ന് പറയാ. സൊഫിൽ നിന്ന് രംഗത്തേക്ക് ഇങ്ങോട്ട് വരും. ദ്വന്ദ്വയുദ്ധം നടക്കാൻ ദ്വന്ദ്വയുദ്ധത്തിന്റെ വേദിയിലേക്ക് അണിയായിട്ടാണ് നിൽക്കുക. അണിയായിട്ട് നിൽക്കുന്ന വേദിയിൽ നിന്ന് 3 പേർ വന്നു നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അൻസാരികളായിട്ടുള്ള 3 പേർ. എവിടെയും അൻസാരികളാണ് മുന്നിൽ ചാടുക. ഉഹദിൽ പെട്ടുപോയപ്പോ ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് ചോദിച്ചപ്പം 7 അൻസാരികളെയാണ് മുഹമ്മദ് കുരുതി കൊടുത്തത്. മുഹമ്മദിന്റെ സംഘം മുഹമ്മദിനോട് വെല്ലുവിളിയുമായിട്ട് ഉത്തബത്തും ഷൈബത്തും വലീദും അടർക്കളത്തിലേക്ക് വരുന്നത് ദ്വന്ദ്വയുദ്ധത്തിനാണ്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ദ്വന്ദ്വയുദ്ധത്തിന്. ഓരോരുത്തർക്ക് ഓരോരോ ഒത്ത എതിരാളികളുമായി ഓരോരുത്തർ വെട്ടുന്നതിനെ യുദ്ധം ചെയ്യുന്നതാണ് ദ്വന്ദ്വയുദ്ധം. ഇനി ഇവരുടെ യുദ്ധമര്യാദയും യുദ്ധമാന്യതയും ഈ 2 കൂട്ടരുടെയും എന്താണ് നിങ്ങൾ കണ്ടോളി. അപ്പൊ മക്കയിൽ നിന്ന് വന്ന ഖുറൈശികൾ ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറായി 3 പേർ കളത്തിലിറങ്ങിയിട്ട് ആരുണ്ട് ഞങ്ങളോട് എതിരിടാൻ എന്ന് ചോദിച്ചപ്പം 3 അൻസാരികൾ രംഗത്തിറങ്ങി. ഇവരുടെ മാന്യത നിങ്ങൾ നോക്ക്. അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ പലായനം ചെയ്ത് വഴിയിൽ വന്ന് താമസിച്ച് അവരുടെ അവരുടെ കച്ചവട സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന സംഘത്തിലെ അവരുടെ നേതാക്കളെയാണ് അവർക്ക് വേണ്ടത്. മക്കയിൽ നിന്ന് വന്നവരെ ഒത്തവരെ ഇറക്കി വിട് എന്നാണ് ഉത്തുബത്ത് പറയുന്നത്. നിങ്ങൾ കേട്ടോളി. അൻസാരികളെ വേണ്ട. മദീനയിലുള്ള പാവങ്ങൾ അവരെ ഞങ്ങൾക്ക് വേണ്ട. മക്കയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഈ കൊടും ചതി കാണിക്കുന്നവർ, സ്വന്തക്കാരും ബന്ധുക്കാരും രക്തബന്ധുക്കളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മക്കക്കാരായ ആളുകൾ മുഹമ്മദേ നിന്റെ കൂട്ടത്തിലില്ലേ, അവരെ ഇറക്കിവിട്, തരത്തിലൊത്തവരെ ഇറക്കിവിട് മുഹമ്മദേ എന്ന് അവരുടെ മാന്യത വീണ്ടും യുദ്ധക്കളത്തിൽ വെളിവാകുന്നു. നിങ്ങൾ കേട്ടോ, ആരാണ് മാന്യന്മാർ എന്ന്, ആരായിരുന്നു ധർമ്മം കയ്യിലുണ്ടായിരുന്നവർ എന്ന് നിങ്ങൾ ആലോചിക്കും. യുദ്ധമര്യാദയെങ്കിലും ആരാണ് പാലിക്കുന്നത് നമുക്ക് കാണാം. ഞങ്ങൾ എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോ കണ്ണല്ലേ കാണുള്ളൂ അവരുടേത്. ഇവരാരാന്ന് ചോദിച്ചു. ഞങ്ങൾ അൻസാരികളിൽ നിന്നുള്ള യുവാക്കളാണ് എന്ന് പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ മദീനത്തെ പാവങ്ങൾ, തോഴന്മാർ, ഏഴന്മാർ, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് കിടയൊത്ത കൂട്ടർ ഖുറൈശികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. അഖ്ഫ, ഞങ്ങൾക്ക് കിടയൊത്ത കൂട്ടരുണ്ട് ഖുറൈശികൾ. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ കിടയൊത്തവർ വേണം, ഞങ്ങൾക്ക് കിട വേണം, കിടക്കണം. ആ കിടത്തവരെ തരൂ എന്നവർ വെല്ലുവിളിക്കുകയാണ്. കിടയത്തവർ വേണം. മുഹമ്മദ് നബിന്റെ പേര് വിളിച്ചിട്ട് മുഹമ്മദേ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ അവിടുന്ന് മക്കയിൽ നിന്ന് വന്നിട്ട് ഈ വൃത്തികേട് കാണിക്കുന്ന നിന്റെ സംഘത്തിലെ ആളുകളെ ഇറക്കി വിട്. മുഹമ്മദ് പറഞ്ഞു, എളാപ്പാ നീച്ചി, മുത്താപ്പാ നീച്ചി, അമ്മായി കാക്ക നീച്ചി. മൂപ്പര് കൂടാരത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നീട്ടി വിളിച്ചു, മുഹമ്മദ് നിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിടയൊത്തവരില്ലേ, മക്കത്തുനിന്ന് പോയോല്, അവരങ്ങ് വിട് ഞങ്ങൾക്ക് നേരിടാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കും യാ ഹംസ, എന്റെ എളാപ്പ എഴുന്നേൽക്കി. കും യാ അലി, അലി എഴുന്നേൽക്കൂ. കും യാ ഉബൈദ, എന്റെ അമ്മ, എന്റെ പിതൃവ്യന്റെ മകനാ, മറ്റൊരു മകനാ ഉബൈദ. നബിയുടെ 2 എളാപ്പാന്റെ മക്കളും നബിയുടെ എളാപ്പാനെയും തന്നെ വിട്ടു അള്ളാഹുവിന്റെ റസൂൽ. വേറുള്ളവരല്ലോ, സ്വന്തക്കാരന് വേണ്ടേ. അങ്ങനെ 3 പേരും ഇറങ്ങുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇതാണ് 2 സംഘത്തിന്റെ പ്രതികൾ. അപ്പൊ ഉത്ബ, ഷൈബ, വലീദ്. ഇപ്പുറത്ത് അലി, ഹംസ, എന്തായിരുന്നു മറ്റേ പേര് മറന്നുപോയി, കടയൊത്തവർ. ഇനി യുദ്ധം നടക്കാൻ പോവാണ്. ദ്വന്ദ്വയുദ്ധമാണ്. പൊടിപാറും, കുളമ്പടി ശബ്ദം ഉണ്ടാവും, വാളിന്റെ ശീൽക്കാര ശബ്ദങ്ങളൊക്കെ ഇടും മൂല്യമാര് കഥാപ്രസംഗം നടത്തുമ്പോൾ. ഇനി വെട്ടും, അതിന്റെ വർണ്ണനയും ഒക്കെ വരാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതുകൊണ്ട് കുട്ടികളുണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ. ശബ്ദം കുറച്ച് വേണമെങ്കിൽ കുറച്ചോളൂ. ഹെഡ്സെറ്റ് ഉപയോഗിച്ചു. കാരണം നമ്മൾ മനുഷ്യർക്ക് കേൾക്കുമ്പോൾ പ്രയാസം തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ വലിയ കാര്യമായിട്ട് ഇവിടെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് മനുഷ്യന്റെ തല വെട്ടുന്നതും കൈവെട്ടുന്നതും ചോര ചീറ്റുന്നതും മജ്ജ ഒലിച്ചിറങ്ങുന്നതും ഒക്കെ പറയാൻ പോകുന്നത്. മനസാക്ഷിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞതാണ്. യുദ്ധം തുടങ്ങാണ്. ആ സംഘം മഹാനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന്റെ പുത്രൻ ഉബൈദ ഉതുബത്തുമായി നേരിട്ടു. ഹംസ ഷൈബയുമായി നേരിട്ടു.
അലി റളിയല്ലാഹു അൻഹു വലീദുമായി നേരിട്ടു. ചെറുപ്പക്കാർ കടയൊത്തവരിനായി. വയസ്സത്യാവശ്യം മൂത്തവരാണ് ഹംസയും അതുപോലെ ഉബൈദയും. അവർ രണ്ടുപേരും വയസ്സൊത്തവർ ഷൈബത്തിനോടും ഉതുബത്തിനോടും ഒപ്പം. ഉതുബന്റെ മകനാണല്ലോ വലീദ്, പ്രായം കമ്മിയാണ്. അലിയാരും പ്രായം കമ്മിയാണ്. ഓൽ രണ്ടാളും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് 1-on-1 ആണ്, ദ്വന്ദ്വ യുദ്ധമാണ്. കരയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. യോദ്ധാക്കൾ തന്റെ എതിരാളിയോട് ഏറ്റുമുട്ടുകയാണ്. ഇനി ഇവിടെ ആരാണ് യുദ്ധമര്യാദ പാലിക്കുന്നത് എന്നും ആരാണ് ചതിക്കുന്നത് എന്നും ഇവരുടെ യുദ്ധമാന്യത എന്താണ് എന്നും, ദ്വന്ദ്വ യുദ്ധം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞതാണ്, കിതാബിലുള്ളതാണ്, ഉസ്താദും പറഞ്ഞതാണ്. ഇനി ആരാണ് ഇതിൽ മാന്യന്മാർ എന്ന് നിങ്ങൾ നോക്കൂ. ഇദ്ദേഹം പറയും, അലിയാരുടെ പ്രതിയോഗിയെ അലിയാർ വേഗം വെട്ടി, ഹംസന്റെ പ്രതിയോഗിയെ ഹംസയും വേഗം വെട്ടി. രണ്ടു സംഘവും നോക്കി നിന്ന് വീർപ്പടപ്പിയിട്ട് കാണുകയാണ് ഈ മൂന്നാളുകളും തമ്മിലുള്ള പോരാട്ടം. ഓരോരുത്തൻ മറിഞ്ഞിട്ടും മേലായിട്ടും നിന്നിട്ട് പൊരുതിയിട്ട് രണ്ട് പ്രതിയോഗികളെയും കെട്ടിയിട്ട് വാളും ഉയർത്തിപ്പിടിച്ച് അല്ലാഹു അക്ബറും ചൊല്ലിക്കൊണ്ട് മഹാനായ ഹംസയും അലിയാരും മുന്നോട്ട് വരുമ്പോൾ ഉബൈദയും പ്രതിയോഗം തമ്മിൽ മൽപ്പിടുത്തം നടക്കുക തന്നെയാണ്. മേലെ ചിലപ്പോൾ ഉബൈദ വരുന്നു, ചിലപ്പോൾ അതാ എതിരാളി ഉത്തുബ വരുന്നു. ഉത്തുബയും ഉബൈദത്തും തമ്മിൽ വേണ്ടുന്ന പോരാട്ടം. അതിനിടയിൽ കടന്ന് വീണടത്ത് നിന്ന് ഉത്തുബ തന്റെ വാളുകൊണ്ട് കാലിന്റെ മുട്ടുകന്ന് കെട്ടിവിട്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ. പിന്നെ നിൽക്കാൻ കഴിയുന്നില്ല ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക പക്ഷത്ത് നിന്ന് രംഗത്തിറങ്ങിയ രണ്ടുപേർ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഖുറൈശികളുടെ രണ്ടാളുകളെ വെട്ടി കഥ കഴിച്ചു. ആരും ഇടപെട്ടില്ല പുറത്തുനിന്ന്. മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ജോഡിയുടെ യുദ്ധം നടക്കുകയാണ്. വീണ് കിടന്ന ഉബൈദ മുഹമ്മദിന്റെ അനുചരന്റെ കാലിന്റെ മുട്ടിന് താഴെ വെട്ടി. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉബൈദ നിൽക്കുന്നു. അപ്പോഴോ എന്ത് സംഭവിച്ചു? ചതിയന്മാർ, യുദ്ധമര്യാദ പഠിപ്പിക്കാൻ വന്നവരാണ് പോലും ചതിയന്മാർ, അന്തസ്സില്ലാത്തവർ. എന്താ കാണിച്ചത് നിങ്ങൾ കണ്ടോളി. ഞാൻ പറയുന്നല്ലോ, ഇതൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങൾ പറയുന്നോണ പറയുന്നത്. ഇനി ഉബൈദയുടെ കഥ, പരുക്കുകളൊന്നും പറ്റാത്ത, അവയവങ്ങളൊന്നും നഷ്ടപ്പെടാത്ത ഉത്തുബത്ത് വേഗം കഥ കഴിക്കും. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ എന്ന് കണ്ടപ്പോ ഈറ്റപ്പുലികളായ എളാപ്പയും മകനും ഹംസയും അലിയാരും ഈ ശത്രുവിന്റെ നേരെ ചെന്നിട്ട് രണ്ടുപേരും കൂടി ഒറ്റ വെട്ടിനെ അയാളങ്ങ് കഥ കഴിച്ചു. വലിയ വീര കഥയായിപ്പോയി. ദ്വന്ദ്വ യുദ്ധത്തിന് ഇറങ്ങിയിട്ട് രണ്ടുപേരെ വകവരുത്തി മാറി നിൽക്കുന്നവർ മൂന്നാമത്തെ ജോഡിയിൽ തന്റെ ഭാഗത്ത് നിൽക്കുന്ന ആള് കൊല്ലപ്പെടും എന്ന് കണ്ടപ്പോ മൂന്നാളും കൂടി മട്ടം ചേർന്ന് വെട്ടി എന്ന്. ഊസറും പുളിയുടെ ചെങ്ങായിമാരെ, എന്ത് യുദ്ധമാന്യത, എന്ത് മര്യാദ! അപ്പുറത്ത് 1000 പേര് നിൽക്കുന്നില്ലേ? ഇവര് രണ്ടുപേര് വീണപ്പോ അവര് വന്നോ? ഈ രണ്ടുപേര് ചതിപ്രയോഗം നടത്തി യുദ്ധമര്യാദ കാറ്റിൽ പറത്തി അക്രമം പ്രവർത്തിക്കുമ്പോ അവിടുന്ന് 1000 പേരിൽ ആരെങ്കിലും ഇറങ്ങി ഇടപെട്ടോ? നിങ്ങളാണോ ലോകത്ത് യുദ്ധമര്യാദ പഠിപ്പിക്കാൻ വന്നവര്? ആണോ? ഇതാണോ മുഹമ്മദ് പഠിപ്പിച്ച യുദ്ധനീതി? എവിടുന്ന് വരുന്നിടങ്ങളൊക്കെ? മഹാനായ ഉബൈദയെ അലിയും ചുവന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ രക്തം ചുമലിച്ചുകൊണ്ടിരിക്കുന്ന ഉബൈദയെ തിരുനബിയുടെ സന്നിധാനത്തിലേക്ക് എത്തി. അദ്ദേഹത്തിന് ഒന്നേ അറിയണ്ടു, അള്ളാന്റെ റസൂലേ, ഞാൻ ഷഹീദാവോ, ഞാൻ ഷഹീദാവോ, ഞാൻ ഷഹീദാകോ? അലസ്തു ബിശഹീദി യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂലേ, ഞാൻ ഷഹീദാകുമോ? ഇതാ എനിക്ക് കിട്ടേണ്ടത്. ഇതിന് ഞാൻ മരിക്കൂന്ന് ഉറപ്പാ, ഇനി ജീവിക്കൂല. മോഹന്തൊക്കെ ഒരെണ്ണം കൊടുക്കണ്ടേ? ആരുടെ? അലിന്റെയും മറ്റേ ഹംസന്റെയും കൊടുക്കണ്ടേ? ഒരു ചങ്ങായി ഷഹീദാകാൻ പൂതി വെച്ച് നടക്കുക, എന്നിട്ട് ഓനെ മര്യാദക്ക് ശത്രുവിന്റെ വാള് കൊണ്ട് ഷഹീദാകാൻ വിടുന്നതിന് പകരം ഇപ്പുറത്തുനിന്ന് രണ്ടാൾ ചതിപ്രയോഗത്തിലൂടെ ഖുറൈശിയെ ഉതബയെ കൊല്ലുക. എന്നിട്ട് ഈ വെട്ടുകിട്ടിയവന് പൂതി മാറിയിട്ടില്ല. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി നബിയെ, ഞാൻ ഷഹീദാവോ നബിയെ? ഞാൻ യുദ്ധക്കളത്തിൽ മരിച്ചില്ലല്ലോ നബിയെ, എന്നെ രക്ഷിച്ച് കൊടുന്നില്ലേ നബിയെ? ഇച്ച് ഷഹീദാണ് നബിയെ. മൊഹമ്മദ് നബിക്ക് ആകെ സങ്കടായി. പൊന്നു മോനെ, ഇജ്ജ് കരയണ്ട, അനക്ക് ഷഹീദിന്റെ കൂലി. വിശ്വാസികൾ മനസ്സും ചെവിയും തുറന്നു കേൾക്കണം. മജ്ജയാണ് ഒഴുകുന്നത്. മുട്ടില് വെട്ടിയിട്ട് എല്ലിന്റെ ഉള്ളിൽ നിന്നുള്ള മജ്ജ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇനി അവശേഷിക്കൂല. എനിക്കറിയാം ഞാൻ മരിക്കുമെന്ന്. പക്ഷേ ശത്രുവിന്റെ വെട്ടേറ്റല്ലല്ലോ ഞാൻ മരിക്കുന്നത്, യുദ്ധത്തിന്റെ കളത്തിലല്ലല്ലോ ഞാൻ മരിക്കുന്നത്, ജീവിച്ചുകൊണ്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഈ വെട്ടുകൊണ്ട് ഞാൻ മരിച്ചാൽ, യുദ്ധക്കളത്തിന്റെ പുറത്ത് മരിച്ചാൽ, ശത്രുവിന്റെ മുമ്പിൽ നിന്ന് മരിച്ചാൽ, മുഖാമുഖം നിൽക്കുന്നിടത്തിൽ നിന്ന് അപ്പുറം പോയിട്ട് മരിച്ചാൽ ഷഹാദത്ത് കിട്ടുമോ? ഇതേ സംശയമുള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട, പ്രശ്നമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഷഹാദത്ത് കിട്ടും, നിങ്ങൾ ഷഹീദാകുന്നു, സമാധാനിക്കാം. സന്തോഷായി. ശത്രുവിനെ വെട്ടുകൊണ്ട് തന്നെ മരിച്ചില്ലെങ്കിലും ശത്രുവിനെ ചതിച്ചു കൊന്ന് ഇയാൾ എടുത്തോണ്ട് വന്ന് മുട്ടിന്റെ താഴെ വെട്ട് കിട്ടിയോണ്ട് എന്തായാലും മരിക്കും. എന്തോ ഭാഗ്യത്തിന് അള്ളാന്റെ റസൂല് തുപ്പലം വാരി തേമ്പിയില്ല. കാല് മുട്ട് മുറിഞ്ഞു പോയ മനുഷ്യനെ
തുപ്പലം വാരി തേമ്പിയാൽ മുറി ഉണങ്ങൂലേ? ഉണങ്ങിയ ചരിത്രമില്ലേ? എന്തേ ഉത്തപ്പേനെ അങ്ങനെ ഇയാൾ അങ്ങനെ വിട്ടത്? അങ്ങനെ വിടാൻ പാടുണ്ടോ? മുഹമ്മദ് നബി പറഞ്ഞു, അനക്കിപ്പോ എന്താ വേണ്ടേ? ഷഹീദാണ്, അത്രല്ലേ ഉള്ളൂ, ഒന്നും പേടിക്കണ്ട, ഇജ്ജ് ഷഹീദ് തന്നെ. അല്ല ചങ്ങായിമാരെ, പിന്നെ എന്തിനാണ് നിങ്ങൾ യുദ്ധമര്യാദ പോലും പരിഗണിക്കാതെ ആ ഉത്തപ്പനെ കയറി വെട്ടിയത്? രണ്ടാൾ കൂടിയും ആ ഉത്തപ്പ മര്യാദക്ക് 2 വട്ടം കൂടി കെട്ടിയാൽ ഇയാൾ ശരിയാവൂലായിരുന്നോ? ഷഹീദാവൂലായിരുന്നോ? പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലൊന്നും പൊരുത്തമില്ല കൂട്ടരെ. എന്തിനാണ് ഇപ്പൊ ഈ ഷഹാദത്തിന്റെ കഥയൊക്കെ പറയണത്? എന്തിനാ ഷഹാദത്തിന്റെ കഥ പറയുന്നത്? മരിക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരെ വാർത്തെടുക്കുക, അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? മതത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ മരിക്കാനും ചാവാനും കൊല്ലാനും തയ്യാറായി മനുഷ്യരുടെ മനസ്സ് പാകപ്പെടുത്താനുള്ള വർത്താനല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? അതല്ലേ ഈ ആഹ്വാനം? അല്ലേ? അല്ലേ കൂട്ടരെ? അല്ലേ? ഫാസിൽ ചെയ്യിക്കണവരെ അല്ലേ കൂട്ടരെ? അല്ലേ? ഫാസിലിന്റെ സ്മരണയിൽ ഇസ്ലാം, മഹത്തായ സൗഭാഗ്യം ഇസ്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് അഭിമാനിച്ച ശുഹദാക്കള അവർ ഷഹീദായിട്ടുള്ളവർ. ബദറിൽ സംബന്ധിച്ച ഈ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്ഥാനത്തിൻ്റെയും ബഹുമതിയുടെയും നിദാനം എന്താണ്? ഇതുതന്നെ, ആ ഒരൊറ്റ പോരാട്ടം, അവിചാരിതമായി വരുന്ന പോരാട്ടം. എന്താണ് ബദരീങ്ങളുടെ പ്രത്യേകത? എന്താണ് ബദരീങ്ങൾ? ഒന്നുമില്ല, അവിചാരിതമായി നടന്ന പോരാട്ടം. കൊള്ള ചെയ്യാൻ പോയതിന്റെ പ്രത്യാഘാതമായി സംഭവിച്ച മക്കക്കാരായിട്ടുള്ള ഖുറൈശികളുടെ പ്രതിരോധ സംഘത്തെ നേരിടേണ്ടി വന്നവർ. അതിൽ വിജയം വരിച്ചു എന്നാണല്ലോ, മലക്കുകൾ ഇറങ്ങി എന്നാണല്ലോ. ചാവും എന്നുറപ്പുണ്ടായിട്ടും പോരാട്ടത്തിനിറങ്ങി. കൊള്ള മുതൽ ആഗ്രഹിച്ചു പോയതാണെങ്കിലും ഖുറൈശികളോട് നേരിടാൻ തയ്യാറായി, ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി, ഷഹീദാകാൻ വേണ്ടി മോഹിച്ചു. ഇതാണ് ബദരീങ്ങളുടെ മേന്മ. ഇനി എന്തുകൊണ്ട് ബദരീങ്ങൾ പ്രത്യേകതയുള്ളവരാകുന്നു? ആ ബദറിൽ അന്നവർ തോറ്റിരുന്നെങ്കിൽ, അതാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ കേൾപ്പിച്ച ഇദ്ദേഹത്തിന്റെ ബദറിന്റെ പ്രസക്തി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുക. അന്ന് ആ ബദറിൽ മുഹമ്മദും സംഘവും പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം ഇല്ല. അതാണ് ബദരീങ്ങളുടെ പ്രസക്തി. അതുകൊണ്ടാണ് ബദർ മറ്റേതു സംഭവത്തെക്കാൾ കൂടുതൽ ഇവർ ഓർത്തുകൊണ്ടിരിക്കുന്നതും ആ ബദരീങ്ങളുടെ മാനസികാവസ്ഥയിൽ മുസ്ലിം യുവാക്കളെ കൊണ്ടെത്തിക്കാനുള്ള പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മുസ്ലിം സമൂഹമല്ല, ലോകം. അള്ളാഹുവിന്റെ റസൂലുമായി ആദ്യം പുറപ്പെടുമ്പോൾ നനച്ചിട്ടില്ലാത്ത പോരാട്ടം, ആയുധങ്ങളില്ലാത്ത സമയത്തെ പോരാട്ടം, നിർധനരായ കാലത്തെ പോരാട്ടം, ക്ഷുദ്ധടക്കാൻ മാർഗമില്ലാത്ത കാലത്തെ പോരാട്ടം, ആരും ഇസ്ലാമിന് ഒരു പദവിയും കൽപ്പിക്കാത്ത കാലത്തെ പോരാട്ടം. നോക്കാൻ നമുക്ക് ശത്രുക്കളുമായി നേരിടുമ്പോൾ, സ്വന്തം കുടുംബങ്ങളുമായി നേരിടുമ്പോൾ എന്ന് ലോകത്തെ രാഷ്ട്രങ്ങളും ജനങ്ങളും മുഴുക്ക സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പോരാട്ടം, ആ പോരാട്ടത്തിനു സന്നദ്ധരാവുകയും അവർ രക്ഷപ്പെട്ടതിലൂടെ ഇസ്ലാം എന്നത് ഒരജയ്യ ശക്തിയായി ലോകത്ത് മുഴുവൻ ചരിത്രത്തിലും എന്നും വാഴ്ത്തപ്പെടുകയും ചെയ്തപ്പോഴാണ്, അപ്പോഴാണ് ഇസ്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇസ്ലാം ഉണ്ടായത്. അതാണ് ബദറിന്റെ പ്രസക്തി, അതാണ് ബദരീങ്ങളുടെ പ്രസക്തി. അതാണ് ഉഹദ് ശുഹദാക്കളുടെ നേർച്ചക്ക് തേങ്ങാച്ചോറില്ലാത്തതും ബദരീങ്ങളുടെ നേർച്ചക്ക് തേങ്ങാച്ചോറ് വെക്കണം. മനസ്സിലായ? ഞാൻ പറയുന്നതല്ല, ഉസ്താദിനൊക്കെ പറഞ്ഞു. 300 അംഗങ്ങൾ, മുഹമ്മദിന്റെ അംഗങ്ങൾ മക്കത്തുനിന്ന് പുറത്താക്കപ്പെട്ടവർ എല്ലാ ആയുധങ്ങളോടുകൂടെ ചെന്ന അവരുടെ നാട്ടുകാരെ തുരത്തി ഓടിച്ചിട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോ 70 ആളെ പിടിച്ചു, 70 ആളെ കൊന്നു. എന്താ കണക്ക്? 70 ആളെ കൊന്നു, 70 ആളെ കൊന്നു. 1300 ആളായി ചെയ്യണ്ടേ? എന്താ സന്തോഷം? 70 ആളെ കൊന്നു, 70 ആളെ പിടിച്ചു. ഈ പിടിച്ചടക്കി കൊണ്ടുവരുന്നവരിൽ നിന്ന് 2 പേരെ വഴിയിൽ വെച്ച് തട്ടി, ബാക്കിയുള്ളവരെ കൊട്ടക്കണക്കിന് സമ്പത്ത് വില പറഞ്ഞ് വിലപേശി വാങ്ങി മോചിപ്പിച്ചു. ബന്ദികളാക്കിയത് എന്തിനാ? സമ്പത്ത് കൈക്കലാക്കാൻ. ഇവരെ ബന്ദി മോചനത്തിന് വേണ്ടി തുക നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നതും മുഹമ്മദിന് ന്യായം പറയുന്നതൊക്കെ ചരിത്രങ്ങളിലുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. കാരണം ഉസ്താദിന്റെ ഒഴുക്കിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. എന്താ കഥകളൊന്ന് ആലോചിച്ചോക്കി. ഇനി മാത്രമല്ല, ബദറിൽ പിടിച്ചടക്കി കൊണ്ടുവന്നു 70 പേര് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. മലക്കുകൾ 313 പേര് മാത്രമല്ല, നിങ്ങൾ വാള ഒങ്ങിയെങ്കിലും വെട്ടിയത് ഞാനാണ് നല്ല പറഞ്ഞിട്ടുണ്ട്. അല്ല 5000-ഓളം മലക്കുകളെ ഇറക്കിയെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഉസ്താദ് പറഞ്ഞാണ് കണക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തി കളി. നീ 5000-ന്റെ റെഫറൻസ് വെച്ചിരുന്ന ആളെ ബാസിൽ വരും, അതിന് മാത്രമേ വരുള്ളൂ, വേറെ ഒന്നിനും വരില്ല. ഉറുമ്പിൻ മാളത്തിൽ ഒളിച്ചിരുന്ന് ബാസിൽ ഇങ്ങ് നോക്കും, ലിയാക്കത്തിന്റെ അടുത്ത് എന്തെങ്കിലും അക്ഷര തെറ്റ് വരുന്നുണ്ടോ, എന്തെങ്കിലും നാക്കുപിഴ വരുന്നുണ്ടോ എങ്കിൽ അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്, ഏത് നമ്മൾ വോയിസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ മുഖം വേറൊരു അവസ്ഥയിൽ ക്യാമറയിൽ കാണൂലേ, അതുവരെ എടുത്ത് ട്രോൾ ഉണ്ടാക്കിയ മഹാന്മാരാണ് ഈ ഉണ്ണാക്കൻസ്. അവരൊക്കെ ഇപ്പൊ നമ്മൾ 3-4 മൈക്രോസ്കോപ്പ് വെച്ചിട്ടായിരിക്കും എന്റെ ഈ ലൈവ് കാണുന്നത്.
ഇത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്ലിത്തപ്പെടുത്തി പറഞ്ഞേക്കുന്നതല്ലോ, ലൈവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു നാക്കുപിഴയോ ഒരു കിതപ്പോ ഒരു തുമ്മലോ ചീറ്റലോ വന്നാൽ അത് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോയിട്ട് ആഘോഷിക്കുന്ന വികൃത മനസ്സുള്ളവർ, അത്തരം ആളുകളായിട്ട് ഈ ദഅ്വാ സംഘങ്ങൾ മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് മാറി? കിതാബിലുള്ളത് ഈ ജാതി കഥയാണ്. എന്റെ അടുത്തേക്ക് നേരിട്ട് വന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബദറിനെ കുറിച്ചും ഈ ബദരീങ്ങളെ കുറിച്ചും ഈ യുദ്ധത്തെക്കുറിച്ചും ഈ അക്രമത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചുമായിരിക്കും എന്ന് ഉത്തമ ബോധ്യമുള്ള ബാസിലും സംഘവും നമ്മളെ നേരെ വരുമോ? എന്തുകൊണ്ടാണ് ഉസ്താദുമാര് ലിയാഖത്തിന്റെ പ്രസംഗങ്ങൾക്ക് മറുപടി പറയാത്തത് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും സംശയിക്കുന്നില്ലേ? എന്തുകൊണ്ടാ വരാത്തത്? കണക്കെണ്ണി പറയേണ്ടി വരും കിതാബിലുള്ള കാര്യങ്ങൾ. വേറെ നിങ്ങൾക്ക് ഉരുണ്ടുമറിയാനുള്ളതും പെരളാനുള്ളതും എന്റെ ഭാഗത്ത് നിന്ന് കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്തായാലും ബദറിന്റെ പ്രസക്തി ഇനി മലക്കിറങ്ങി ഞാൻ കേട്ടോ, മലക്കിറങ്ങിയിട്ട് എങ്ങനെയാണ് ഇപ്പൊ മലക്കിറങ്ങിയിട്ട് വെട്ടിയവരുടെയും മലക്കല്ലാതെ വെട്ടിയവരുടെയും കണക്കെടുക്കണമല്ലോ. അവസാനം വെട്ടിമുറിച്ചിട്ട ശരീരങ്ങൾ ഇങ്ങനെ യുദ്ധകളത്തിൽ കിടക്കില്ലേ, ആളുകളെ ചുറ്റിലും ആള് നിന്ന് കാളാമ്പൂളം വെട്ടി കഷ്ണം കഷ്ണമാക്കി പൊട്ടക്കിണറ്റിലേക്ക് മൃതദേഹങ്ങൾ വലിച്ചിടുമ്പോ പെറുക്കിയെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഛിന്ന ഭിന്നമാക്കപ്പെട്ട മൃതശരീരങ്ങൾ മുഹമ്മദിന്റെ സംഘാംഗങ്ങളുടെ അക്രമത്തിന് ഇരയായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. അവരാണ് യുദ്ധമാന്യതയും യുദ്ധനീതിയും പഠിപ്പിച്ചു തന്നു എന്ന് പറയുന്നത്. ഉത്തുബയെ കൊന്നത് ആ രീതിയിൽ ചതിച്ചിട്ടാണ്. മലക്കുകളല്ലേ 5000 വന്നത്? മലക്കുകളും എല്ലാവരും കൂടി 1000 ആൾക്കാരോട് യുദ്ധം ചെയ്തു ജയിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ജയ? അതല്ല ജയം. പോരാട്ടത്തിൽ അവരെന്നാ മുന്നിൽ. മലക്കുകൾ അവരുടെ ശേഷിയിൽ സംബന്ധിച്ചിട്ടില്ല. മലക്കുകളുടെ ഭാഗത്തായി മലക്കുകൾ കൊന്നിട്ടവർക്ക് പ്രത്യേക അടയാളുണ്ട്. അതാണ് കാരണം. അള്ളാഹ് മനുഷ്യന്മാര് കൊന്നതും മലക്കുകൾ കൊന്നതും വേറെ കണക്ക് കിട്ടണ അള്ളാഹ്ക്കേ. മനസ്സിലായോ? ഇവര് നമ്മളെ നാട്ടില് പണ്ടൊക്കെ ഈ തെരുവ് പട്ടി നിയന്ത്രണത്തിന്റെ ഭാഗമായി തെരുവ് പട്ടികളെ പിടിച്ച് കൊലപ്പെടുത്തിയിട്ട് അടയാളത്തിന് എണ്ണത്തിന് വേണ്ടി വാല് മുറിച്ചെടുത്തിരുന്ന സംഘങ്ങളില്ലേ, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് മലക്കുകൾ കൊന്നവരുടെ എണ്ണം കുറവുള്ളൂ. ആ മലക്ക് കൊന്നവർ എങ്ങനെ മനസ്സിലാവും? അള്ളാഹ് ഓർക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ കൊല്ലുമ്പോ ഓലെ കഴുത്ത് മുഴുവൻ തലയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ഒറ്റ വെട്ടിന് കഴുത്ത് മുറിക്കണം, എന്നിട്ട് അടയാളത്തിന് വിരലുകൾ മുറിച്ചു കളയണം എന്ന് അള്ളാഹു മലക്കുകൾക്ക് ഓർഡർ കൊടുത്തിരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ ആരാ അള്ളാന്ന്? ആരാണ് നിങ്ങളുടെ അള്ളാഹു? വിശ്വാസികൾ നെഞ്ചത്ത് കൈവച്ച് പറ, നിങ്ങളുടെ അള്ളാഹു കാരുണ്യവാനായ ദൈവമോ ആണോ? മലക്കുകളെ മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞയക്കുമ്പോ അള്ളാഹു വിചാരിച്ചാൽ യുദ്ധക്കളത്തിൽ ഒരു വെട്ടും കൊള്ളാതെ മരിച്ചു വീഴാൻ കെൽപ്പുള്ളവർ 1000ഉം 300ഉം ഏറ്റുമുട്ടുമ്പോ 1000 പേരെ ഒറ്റ വാക്കിൽ മൃതശരീരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ചപ്പോ മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ കൊല്ലുന്നോലെ കഴുത്ത് മുഴുവൻ തലയിലിരിക്കണം, കൈവിരലുകൾ ഛേദിച്ചു കളയണം എന്ന്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരെന്താ? നിങ്ങൾ ഒന്നുകൂടി ഉസ്താദിനോട് ചോദിച്ചു. എന്താണ്? അർ-റഹ്മാനുർ റഹീമോ? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, മലക്കുകളോട് അള്ളാഹിന്റെ നിർദ്ദേശം. നിങ്ങൾ കൊല്ലുന്നവരെ കഴുത്തിന്റെ മീതെ കൊല്ലണം. അതായത് കഴുത്ത് മുഴുവനും കൂടി കൂട്ടിയിട്ട് കൊല്ലണം. നിങ്ങൾ കൊല്ലുന്നവരെ. നോക്കൂ, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വിശദീകരിക്കുന്ന ഒരു മൊയ്ലിയാരുടെ മുഖഭാവങ്ങൾ നോക്ക്. ഇസ്ലാം എന്ന് പറയുന്ന ഈ കാടൻ മതം ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ ഏത് രീതിയിലാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത് നിങ്ങൾ ഉസ്താദിന്റെ മുഖഭാവത്തിലേക്ക് മാത്രം നോക്ക്. മനുഷ്യരെ കൊല്ലുന്ന കഥ പറയാണ് ഉസ്താദ്. നിങ്ങൾ അതൊന്ന് സൂക്ഷിച്ചു നോക്ക്, കേൾക്ക്. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. പറയട്ടെ. കയ്യിന്റെ വിരലുകൾ മുറിച്ചിടും വേണം. അത് കണ്ടാൽ മലക്ക് കൊന്നതാ. അങ്ങനത്തെ കുറച്ചുള്ളൂ മലക്ക് കൊന്നോല്. കുറച്ചുള്ളൂ. കഴുത്ത് മുഴുവനും കൂടി മനുഷ്യനെ വെട്ടാൻ കഴിയില്ല. കാരണം ബാളെടുത്തിട്ട് കഴുത്തിന്റെ ഇവിടുന്ന് പോത്തിന് അറക്കണമായിട്ട് ഉദ്ദേശത്തോട്ടൊക്കെ അറക്കാനൊന്നും കഴിയില്ലത്. മനുഷ്യൻ പോരാടിയല്ലേ. പോരാടുമ്പോൾ വാളെടുത്തിട്ട് ഒരൊറ്റ വെട്ടാണ്ടാക്കുക. അപ്പൊ ചിലപ്പോൾ തലക്കെന്ന് പോരും, ചിലപ്പോൾ പുറത്തുനിന്ന് പോരും, ചിലപ്പോൾ പുറത്തുനിന്ന് പോരും, വളഞ്ഞിട്ടും കിളിഞ്ഞിട്ടും ഒക്കെ പോരും. മലക്ക് കൊന്നത് അങ്ങനെയല്ല, നേരെ മുറിച്ചിട്ട തല, കഴുത്ത് മുഴുവനും കൂടി തലയിലുണ്ടാവും. ഈ വിധത്തിൽ കൊല്ലപ്പെട്ടവർ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ മുസ്ലിമീങ്ങളായ സ്വഹാബികൾ തന്നെയാ ബദറിൽ പങ്കെടുത്തവർ. എങ്ങനെയുണ്ട്? കാരുണ്യവാനായ അള്ളാഹുവിന്റെ മലക്കുകളും റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദും അദ്ദേഹത്തിന്റെ അനുചരന്മാരും കാട്ടിക്കൂട്ടിയ പൊക്കൃത്തരം. ആ പൊക്കൃത്തരത്തിന്റെ പേരാണ് ബദർ. ചതിയുടെയും വഞ്ചനയുടെയും കൊള്ളയുടെയും മനുഷ്യത്വരഹിതമായിട്ടുള്ള അംഗവിച്ഛേദങ്ങളുടെയും കഥയാണ് ബദർ. മൃതദേഹങ്ങളോട് പോലും കലിപ്പ് തീർത്ത സൈക്കോ നേതാവിന്റെ കഥയാണ് ഇസ്ലാം. ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ്.
ഇങ്ങനെ ഛിന്ന ഭിന്നമാക്കപ്പെട്ട മൃതശരീരങ്ങളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് സത്യാണ് എന്ന് ചോദിച്ചവനാണ് മുഹമ്മദ്. നിങ്ങൾ പറയും, ഇതൊരു സാമാന്യ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്? എവിടെ കാരുണ്യം, എന്ത് കാരുണ്യം, എന്ത് സമാധാനം, ആർക്ക് സമാധാനം? നോക്കൂ, 1400 1500 കൊല്ലത്തിനിപ്പുറം മനുഷ്യനെ കൊന്ന കഥ പറയുമ്പോ മുഖത്ത് പുഞ്ചിരി വിരിയുന്ന മാനസികാവസ്ഥയിലേക്ക് ഈ മനുഷ്യരെ പരുവപ്പെടുത്തിയ ദുഷിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഇസ്ലാം. സാമാന്യ ബോധമുള്ള മനുഷ്യന് ഒരു മനുഷ്യന്റെ കൊലപാതകം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നതിനെ ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുമോ? കുമ്പളങ്ങ വെട്ടുന്ന കഥ പറയുന്ന പോലെയല്ലേ ഈ മൊയ്യാരി ഇത് പറയുന്നത്? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ മാനസികാവസ്ഥ? മനുഷ്യനെ കൊല്ലുന്ന കഥ കേൾക്കുമ്പോ ഹരം കയറുന്നത്, ചാവാൻ മനസ്സു വമ്പിയ സഹാബിയുടെ കഥ പറഞ്ഞു നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നത്, ഈ മതത്തിന്റെ പേരാണോ സമാധാനം? എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ ബദറാണ് ഇസ്ലാം. എന്താണ് ബദർ എന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് ബദർ. ഇങ്ങനെ ചുരുക്കി പറയാം. അതുകൊണ്ട് ബദർ മാത്രം പഠിച്ചാൽ മതി ഒരു മനുഷ്യൻ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാവാൻ. ഉസ്താദ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബദറിൽ പങ്കെടുത്ത സ്വഹാബികളായ 313 പേരും ചെയ്ത സേവനം എന്തെന്ന് ചോദിച്ചാൽ, ഇബാദത്ത് ഈ ഭൂമിയിൽ നടക്കാൻ പറ്റുന്ന വിധം ഇസ്ലാമിന് അടിത്തറ പാകിയ ഇസ്ലാമിന്റെ പിതാക്കളും ഗുരുമഹത്തുക്കളുമാകുന്നു ഈ ബദരീങ്ങൾ. ബദരീങ്ങളിലാണ് ഇസ്ലാമിന്റെ ഗുരുപരമ്പര മുന്നുമുട്ടുന്നത്. ബദരീങ്ങളിൽ ചെന്ന താത്ത ഇസ്ലാമിന്റെ പ്രൗഢിയില്ല, ഇസ്ലാമിന്റെ പത്രാസില്ല. ബദർ അത്ര വലിയ വിജയം ഇസ്ലാം ദീനിനെ വ്യാപനമാക്കുന്നതിലും ഇസ്ലാം ദീനിനെ പരത്തുന്നതിലും സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ആ മഹത്വമാണ് നമ്മൾ ബദരീങ്ങൾക്ക് കൽപ്പിക്കുന്ന മഹത്വം. അതാണ് മഹത്വം, അതാണ് ഇസ്ലാമിന് കൽപ്പിക്കുന്ന മഹത്വം, ബദറിന് കൽപ്പിക്കുന്ന മഹത്വം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇസ്ലാം എന്നറിയാൻ നിങ്ങൾ ബദർ മാത്രം പഠിച്ചാൽ. എന്താണ് ഇസ്ലാമിന്റെ നീതി, ഇസ്ലാമിന്റെ എന്താ പറയുക സമാധാനം, ഇസ്ലാമിന്റെ സഹിഷ്ണുത, ഇസ്ലാമിന്റെ കാരുണ്യം എന്നൊക്കെ അറിയാൻ, അള്ളാഹുവിന്റെ കാരുണ്യം, മുഹമ്മദ് നബിയുടെ കരുണ, ഇതൊക്കെ മനസ്സിലാക്കാൻ, ഇസ്ലാം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ ഒക്കെ മനസ്സിലാക്കാൻ, ഇസ്ലാം എന്ന് പറയുന്നതിനെ ഒരു ചെറിയ ക്യാപ്സ്യൂളിലേക്ക് ചുരുക്കിയാൽ അതിന്റെ പേരാണ് ബദർ. ആ ബദറിന് ശേഷമാണ് മുഹമ്മദ് ആയുധം കൊണ്ട് ലോകത്തിന് നേരെ തിരിഞ്ഞത്. ആ ബദറിന്റെ വിജയത്തിന്റെ തുടർച്ചയിലാണ് സകല മനുഷ്യർക്ക് നേരെയും വാളോങ്ങിയിട്ട് മുഹമ്മദും സംഘവും പടയോട്ടം നടത്തിയത്, അക്രമം പ്രവർത്തിച്ചത്, മനുഷ്യരെ കൂട്ടക്കൊല നടത്തിയത്, അവരവരുടെ ജീവിതങ്ങൾ കൊള്ളയടിച്ചത്, ജീവിതമാർഗങ്ങൾ മനുഷ്യരെ വരെ കൊള്ളയടിക്കുകയും മനുഷ്യരെ പോലും അടിമകളായി യുദ്ധം മുതലായി പിടിച്ച് അടിമകളാക്കുകയും സ്വന്തം കൊള്ള സംഘത്തിനിടയിൽ മനുഷ്യരെ വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു മുഹമ്മദ്. ബദറിന് ശേഷമാണ് മുഹമ്മദിന്റെ പേരെടുത്ത് വിമർശിച്ച പലരെയും ചതിച്ചു കൊല്ലാൻ പോലും മുഹമ്മദ് അനുവാദം കൊടുത്തത്. മുഹമ്മദിന്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയം ജനിക്കുമാറ് അള്ളാഹു മുഹമ്മദിനെ അനുഗ്രഹം ചെയ്തു കൊടുത്തു എന്നാണ് മുഹമ്മദ് പറയുന്നത്. 30 ദിവസത്തെ വഴി ദൂരത്ത് മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയം ജനിക്കുമായിരുന്നു എന്നാണ് മുഹമ്മദ് നബിയുടെ പോരിശ. നിങ്ങൾ പറയൂ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീതിയുടെ പ്രത്യയശാസ്ത്രമാണോ, സമാധാനത്തിന്റെ മതമാണോ? ഓരോ വിശ്വാസിയും ആത്മാർത്ഥമായിട്ട് സ്വന്തം ബുദ്ധിയും യുക്തിയും ചരിത്ര വസ്തുതകളും മുന്നിൽ വെച്ച് ആലോചിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ഇത്തരം വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുകയോ കമന്റുകളായിട്ട് എഴുതുകയോ ഒക്കെ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്താനും, ഇതൊന്നും നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മളായിട്ട് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന കഥകളല്ല. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചതിലെ 20 മിനിറ്റും ഉസ്താദ് പറഞ്ഞ വയലാണ്. അനാവശ്യമായിട്ടുള്ള ആവർത്തനങ്ങൾ മാത്രം ഒഴിവാക്കി പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ വാദഗതികൾ ക്രമത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഉസ്താദ് പറഞ്ഞ ബദർ, ഉസ്താദ് പറഞ്ഞത് കിതാബിലുള്ള ബദറാണ്, അതാണ് ബദർ. അതുകൊണ്ട് ഈ ബദറും ബദരീങ്ങളെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇത് സമാധാനം കൊണ്ടുവരും ലോകത്ത്, ഈ മതം ലോകത്ത് സമാധാനം സ്ഥാപിക്കും എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് സഹതപിക്കുക എന്നത് മാത്രമാണ്. അന്ധമായി ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിൽ പ്രതീക്ഷ വെക്കുകയും ഷഹാദത്ത് കൊതിക്കുകയും മരിക്കാൻ തയ്യാറാവുന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങളുടെ ഈമാൻ വളർത്തുകയും ചെയ്താൽ അത് ഈ ലോകത്തിന് ഏറ്റവും വലിയ ദുരിതമായിരിക്കുമെന്നും ദുരന്തമായിരിക്കുമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതവും നാടിലെ സമാധാനവും ഇല്ലാതാക്കാൻ മാത്രമേ ഈ മനോഭാവത്തിലുള്ള മതം കൊണ്ട് ഉപകാരമുണ്ടാവൂ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടിയൊക്കെ മാനവികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് മാനവികമായ ബോധ്യത്തെ മുൻനിർത്തി ചരിത്രങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും നമ്മളെ ചെറിയ പ്രായത്തിൽ നമ്മളെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച ഈ ചിന്തകളെ അതൊന്ന് പുനഃപരിശോധിക്കാനും തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്
എല്ലാ വിശ്വാസികൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് എല്ലാ മനുഷ്യരും ഈ പറയുന്ന രൗദ്രഭാവങ്ങളൊന്നുമില്ലാത്ത സമാധാനവും സ്വസ്ഥതയുള്ള മാനവിക ചിന്തയുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.